ജെങ്കിസ് ഖാൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരി, ഏറ്റവും ശക്തനായ ഭരണാധികാരിയും ഇയാൾ തന്നെയാണ്. ഇയാളുടെ കാലഘട്ടത്തിൽ അന്ന് ഭൂമിയുടെ 22% ഭരിച്ചിരുന്നത് ഇയാളാണ്. അത്രത്തോളം ഭൂമി ഭരിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയും അതിനു മുൻപും അതിനു ശേഷവും ഉണ്ടായിട്ടില്ല. 4 കോടി മനുഷ്യരുടെ ജീവനാണ് ഇയാൾ നേരിട്ടും അല്ലാതെയുമായി കൊന്നുകളഞ്ഞത്. അത്രയും മനുഷ്യരെ കൊന്നുകളഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരിയും ഉണ്ടായിട്ടില്ല. നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട്, അവരെ ഗർഭിണികളാക്കിയിട്ടുണ്ട്. 2003 പബ്ലിഷ് ചെയ്ത ഒരു കണക്കനുസരിച്ച് ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ 200-ൽ ഒരാൾ അത് ജെങ്കിസ് ഖാൻ്റെ തലമുറയിൽപ്പെട്ട വ്യക്തിയാണ്. അതായത് 200 പേരിൽ ഒരാളുടെ ഒരു മുതുമുത്തശ്ശിയെ വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട്, അയാൾ ഗർഭിണിയാക്കിയിട്ടുണ്ട്. അയാളുടെ ക്രൂരമായിട്ടുള്ള ആ ജീവിത കഥയിലൂടെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത്. ഈ കഥ ആരംഭിക്കുന്നത് 1172-ലാണ്. അന്ന് ജെങ്കിസ് ഖാന് 9 വയസ്സാണ് പ്രായം. പക്ഷേ ജെങ്കിസ് ഖാൻ എന്നുള്ളൊരു പേര് അപ്പോൾ അയാൾക്ക് ലഭ്യമായിട്ടില്ല. ടെമുഡ്ചിൻ എന്നുള്ള പേരാണ് അയാൾക്കുള്ളത്. അയാളൊരു വലിയ യാത്രയിലാണ്. ഒപ്പം അയാളുടെ പിതാവുണ്ട്. യെസുഗൈ എന്നാണ് ആ പിതാവിൻ്റെ പേര്, യെസുഗൈ ഖാൻ. ഖാൻ എന്ന പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജാവ് അല്ലെങ്കിൽ ഗോത്ര തലവൻ എന്നൊക്കെയാണ്. ആ കാലഘട്ടത്തിൽ മംഗോളിയ എന്ന ഒരു രാജ്യമൊന്നുമില്ല, പക്ഷേ വലിയൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ജീവിക്കുന്ന ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാർ അവരെല്ലാവരും മംഗോൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരെല്ലാം ഒന്നിച്ചല്ല, അവരെല്ലാം ശത്രുക്കളായിട്ട് പല പല ഗോത്ര ഗ്രൂപ്പുകളായിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. അക്കൂട്ടത്തിലെ ഒരു ഗോത്ര ഗ്രൂപ്പിൻ്റെ തലവനാണ് യെസുഗൈ. ആ ഗോത്ര ഗ്രൂപ്പ് യെസുഗൈ എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ആ കൂട്ടത്തിൽ വെച്ച് തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള ഗോത്ര ഗ്രൂപ്പ് അത് മെർക്കിഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ജനങ്ങളാണ്. എല്ലായ്പ്പോഴും മുഖത്ത് ഒരു മുഖമൂടി ധരിച്ചിട്ടാണ് അവർ നടക്കുന്നത്. അവരുടെ അടുത്തേക്കാണ് യെസുഗയും ടെമുഡ്ചിനും യാത്ര ചെയ്യുന്നത്. അവരൊറ്റയ്ക്കല്ല, അവരോടൊപ്പം തന്നെ കുറേയധികം സൈന്യവുമുണ്ട്. അവരുടെ ജോലിക്കാരുണ്ട്, അവരുടെ കമാൻഡർ ഇൻ ചീഫ് ഉണ്ട്, മറ്റ് ജനറൽമാരും ഒക്കെ ഉണ്ട്. അവരുടെ ലക്ഷ്യം മെർക്കിഡ്സ് ആണ്. മെർക്കിഡ്സ് ഇവരുടെ വലിയൊരു ശത്രു തന്നെയാണ്. ആ ശത്രുത ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ യാത്ര. ശത്രുത ഉണ്ടായത് എങ്ങനെയാണ്? യെസുഗൈ വർഷങ്ങൾക്ക് മുൻപ് ഈ മെർക്കിഡ്സിൻ്റെ ഒരു ഭൂഭാഗം സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ പെൺകുട്ടി പക്ഷേ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ചില ആചാരങ്ങളുണ്ട്. ആചാരമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അവിടെ മിക്ക വിവാഹവും നടക്കുന്നത് ശരിക്കും ഫോഴ്സ്ഫുള്ളി ഉള്ള വിവാഹമായിട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടി വിവാഹിതയാണെങ്കിൽ അതിൻ്റെ ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളെ കൊന്നുകൊണ്ട് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ വകവരുത്തിയിട്ട് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക. അത്തരത്തിലാണ് യെസുഗൈ ടെമുഡ്ചിൻ്റെ അമ്മയെ സ്വന്തമാക്കുന്നത്. ടെമുഡ്ചിൻ്റെ അമ്മ അന്ന് മറ്റൊരാളുടെ ഭാര്യയായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ തന്നെ അവിടെ നിന്നും ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുള്ള കുഞ്ഞാണ് ടെമുഡ്ചിൻ. അതുകൊണ്ട് തന്നെ മെർക്കിഡ്സും യെസുഗൈ ഗോത്രവും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെ ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അങ്ങനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് വിവാഹം ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള വഴക്ക് മാറുന്നതാണ്, അവരുടെ സൈന്യം ഒന്നിക്കുന്നതാണ്, കുറേ കൂടെ ശക്തമായിട്ടുള്ള ഒരൊറ്റ ഗോത്രമായിട്ട് അത് മാറുന്നതാണ്. മെർക്കിഡ്സിനെ ഈ കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മെർക്കിഡ്സിന് ഇതിൽ പൂർണ്ണ സമ്മതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര. പക്ഷേ വളരെയധികം ദൂരം യാത്ര ചെയ്താൽ മാത്രമേ മെർക്കിഡ്സ് ഗോത്രത്തിൻ്റെ ഭൂഭാഗത്തേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. കുറേ അധികം യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർ അവശരായി. അങ്ങനെ അവശരായ ഇവർ എത്തിച്ചേരുന്നത് മറ്റൊരു ഗോത്ര ഗ്രാമത്തിലാണ്. യെസുഗയുടെ വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ ഗ്രാമമാണത്. ആ സുഹൃത്താണ് അവിടുത്തെ ഖാൻ അല്ലെങ്കിൽ അവിടുത്തെ കിങ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാത്രി അവിടെ കഴിച്ചു കൂട്ടാമെന്ന് അവർ കരുതുന്നു. ഇവരെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ ഗോത്രത്തിൻ്റെ ഖാൻ സ്വീകരിക്കുന്നത്. അവർക്ക് സുഖകരമായിട്ട് ആ ഒരു ദിവസം അവിടെ തങ്ങാനുള്ള അവസരം അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ആദ്യമായി ടെമുഡ്ചിൻ ബോർട്ടെ എന്ന സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നത്. ബോർട്ടയ്ക്ക് ടെമുഡ്ചിനേക്കാൾ ഏതാണ്ട് 1 വയസ്സിൻ്റെ മൂപ്പുണ്ട്. ബോർട്ടെ നേരിട്ട് ടെമുഡ്ചിനോട് പോയി സംസാരിക്കുകയുണ്ടായി. എന്തിനാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്? എവിടെയാണ് നിങ്ങളുടെ യാത്രാ ലക്ഷ്യം? ടെമുഡ്ചിൻ പറയുന്നത്, ഞാൻ വിവാഹിതനാകാൻ പോവുകയാണ്. മെർക്കിഡ്സ് ഗോത്രത്തിൽ പോയി അവിടെ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള യാത്രയാണ്. ഇവിടെ ഞങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാകും. നാളെ രാവിലെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നതാണ്. അപ്പോൾ ബോർട്ടെ പറയുന്നത്,
ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും മെർക്കിഡ്സിൽ പോയി അവിടെ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കുകയില്ല. മറിച്ച് ഞങ്ങളുടെ ഈ ഗോത്രഗ്രാമത്തിലുള്ള ഏതെങ്കിലും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആയിരിക്കും സ്വന്തമാക്കുക. ബോർട്ടയ്ക്ക് ടെമുച്ചിനെ വളരെയധികം ബോധിച്ചിരുന്നു. ബോർട്ടയുടെ ഈ സംസാര രീതിയൊക്കെ ടെമുച്ചിനും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അന്ന് വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പിതാവിനോട് ടെമുച്ചിൻ പറയുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് തന്നെ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കിയാൽ എന്താണ്? മെർക്കിഡ്സിൽ നിന്ന് തന്നെ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് മറുപടിയായി പറയുന്നത്, മെർക്കിഡ്സ് വളരെ ശക്തരാണ്, കൂടാതെ അവർ നമ്മുടെ ശത്രുക്കളുമാണ്. അവിടെ നിന്നും ഒരു പെൺകുട്ടിയെ നീ സ്വന്തമാക്കുകയാണെങ്കിൽ നിനക്ക് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ നിന്നും സ്ത്രീധനമായിട്ട് നിനക്ക് ലഭ്യമാകുന്നത് അവിടുത്തെ ഒരു സൈന്യം തന്നെ ആയിരിക്കും. അതോടുകൂടി നമ്മൾ കുറേ കൂടി ശക്തരായിട്ടുള്ള ഒരു ഗോത്രവർഗമായി മാറുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയലായിട്ട് ഇവിടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തിയാലോ എന്നായി ടെമുച്ചിൻ്റെ ചോദ്യം. അതായത് ഇവിടെ ഒരു പരേഡ് നടത്തുക, ഇവിടെ നിന്നും ഒരു പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക, അതിനുശേഷം ഈ ഗോത്രഗ്രാമം ഉപേക്ഷിച്ച് മെർക്കിഡ്സിൽ പോയി ശരിക്കുമുള്ള ഒരു പരേഡ് നടത്തുക. പരേഡ് എന്ന് പറയുമ്പോൾ ശരിക്കുമുള്ള ഒരു പരേഡ് തന്നെയാണ്. അവിടെയുള്ള ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു പരേഡിലൂടെയാണ്. കുറേയധികം പെൺകുട്ടികളെ അവിടെ നിരത്തി നിർത്തുന്നതാണ്. ആ കൂട്ടത്തിൽ ഇഷ്ടമുള്ള പെൺകുട്ടിയെ ഈ പയ്യന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ആ പെൺകുട്ടിക്കും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഒന്നിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ വേണ്ടപ്പെട്ട ആളുകളെയെല്ലാം കൊന്നിട്ട് അല്ലെങ്കിൽ അവരെയെല്ലാം തോൽപ്പിച്ചിട്ട് ആ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു ശ്രമം നടത്താനായിട്ട് എസുഗയും അതുപോലെ എസ്കയുടെ മകനായിട്ടുള്ള ടെമുച്ചിനും തീരുമാനിച്ചിട്ടില്ല. കാരണം അത് വലിയൊരു ശത്രുതയ്ക്ക് കാരണമായി മാറുന്നതാണ്. മെർക്കിഡ്സിൽ പോയി ഒരു പരേഡ് നടത്തുന്നതിന് മുൻപ് ഈ ഒരു ഗ്രാമത്തിലും ഒരു പരേഡ് നടത്താമെന്ന് എസുഗൈ തീരുമാനിക്കുകയാണ്. മകന് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അടുത്ത ദിവസം രാവിലെയായി ഗോത്ര തലവനോട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഗോത്ര തലവന് വളരെയധികം താല്പര്യവും ഉണ്ടായി. കാരണം എസുഗൈ അവരെക്കാൾ കുറെ കൂടി കേമന്മാരായിട്ടുള്ള ഗോത്രവർഗമാണ്. ഇവർ രണ്ടുപേരും ഒന്നിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് വലിയൊരു സാധ്യത തന്നെയാണ് അവരുടെ മുൻപിൽ തുറന്നു വെക്കുന്നത്. പരേഡ് ആരംഭിക്കുകയാണ്. ആ പരേഡിൽ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെല്ലാം അണിനിരന്നു. ആ കൂട്ടത്തിൽ ബോർട്ടയും നിൽപ്പുണ്ട്. പരേഡ് നടക്കുന്നതിന് തൊട്ട് മുൻപ് എസുഗൈ മകനോടൊരു കാര്യം പറയുന്നുണ്ട്. നീ ഒരിക്കലും പെൺകുട്ടിയുടെ മുഖം നോക്കി ആയിരിക്കരുത് സെലക്ട് ചെയ്യുന്നത്, നീ കാലുകൾ വേണം നോക്കാൻ. ഏറ്റവും ശക്തമായിട്ടുള്ള കാലുകളുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയെ നീ തിരഞ്ഞെടുക്കുക. ആ പെൺകുട്ടി ജീവിതകാലം മുഴുവനും നിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഈ ഗോത്രവർഗ്ഗങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. ഗോത്രവർഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഈ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഗോത്രവർഗ്ഗങ്ങളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. അപ്പോൾ ഒരു 800 വർഷം മുൻപുള്ള മംഗോളിയ പോലുള്ള ഒരു പ്രദേശത്തെ ഗോത്രവർഗത്തിൻ്റെ ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കുറേ അന്ധവിശ്വാസങ്ങളും വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത്. ഇതേ അന്ധവിശ്വാസം ചിന്തിച്ചുകൊണ്ട് തന്നെ ടെമുച്ചിനും ആ ഒരു പരേഡിലൂടെ കടന്നു പോവുകയാണ്. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവൻ്റെ നോട്ടം മുഴുവനും അവരുടെ കാലുകളിൽ തന്നെയായിരുന്നു. ആദ്യം ആ പെൺകുട്ടികളുടെ എല്ലാം അരികിലൂടെ കടന്നുപോയി കാലുകൾ തന്നെ നിരീക്ഷിച്ചു. അതിനുശേഷം അവരുടെ മുഖം നിരീക്ഷിച്ചുകൊണ്ട് വീണ്ടും ഒരു പരേഡ് നടത്തുകയാണ്. അവിടെ വെച്ച് ബോർട്ടയെ അവൻ തിരിച്ചറിയുകയാണ്. ബോർട്ടയുടെ കാലുകളിലേക്ക് നോക്കി. കാലുകൾക്ക് നല്ല ദൃഢതയുണ്ട്, അതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കണം എൻ്റെ പെണ്ണ്. അങ്ങനെ അയാൾ അനൗൺസ് ചെയ്യുകയാണ്, ഞാൻ എൻ്റെ പെൺകുട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഈ നിൽക്കുന്ന ബോർട്ടയാണ് എൻ്റെ പെൺകുട്ടി. എസുഗയ്ക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. കാരണം മകൻ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമെന്ന് വിചാരിച്ചില്ല. വെറുതെ ഒരു പരേഡ് നടത്തി ഇവിടെ നിന്ന് പോകാമെന്നാണ് അയാൾ കരുതിയത്. പക്ഷേ മകൻ ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി വേണ്ട എന്ന് വെക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോത്ര ഗ്രാമത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെ ഈ ബന്ധത്തിന് അയാളും സമ്മതിക്കുകയാണ്. പക്ഷേ അപ്പോൾ തന്നെ വിവാഹം നടക്കുന്നില്ല. കാരണം കൊച്ചുകുട്ടികളാണ്, 9 വയസ്സും 10 വയസ്സും മാത്രമേ പ്രായമുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു പരേഡ് നടത്തി ഒരു 4-5 വർഷം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരേഡിലൂടെ ആ പെൺകുട്ടിയെ ഉറപ്പിച്ചു. പെൺകുട്ടിക്കും സമ്മതമാണെന്ന് പറഞ്ഞു. അതിനുശേഷം 5 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വരും, അപ്പോൾ ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തു തരണം, ഞങ്ങൾ ഈ പെൺകുട്ടിയെ അപ്പോൾ മാത്രം കൊണ്ടുപോകുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് ആ സംഘം അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. മെർക്കിഡ്സിലേക്ക് പോകേണ്ടിയിരുന്ന ആ സംഘം പിന്നീട് പോയത് എസുഗെ എന്ന അവരുടെ സ്വന്തം ഗോത്ര ഗ്രാമത്തിലേക്ക് തന്നെയാണ്. തിരിച്ചുള്ള യാത്രയിൽ എസുഗെ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. അയാൾ വളരെയധികം നിരാശനാണ്. ടെമുച്ചിന് വ്യക്തമായിട്ട് തന്നെ അറിയാം തൻ്റെ അച്ഛന് ഇത് അത്ര അങ്ങ് ബോധിച്ചിട്ടില്ല.
പക്ഷേ യാത്ര കുറേയധികം മുന്നോട്ട് പുരോഗമിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. നീ ചെയ്തത് ശരിയാണ്, ഒരു മംഗോൾ തന്നെയാണ് അയാളുടെ പെൺകുട്ടിയെ തീരുമാനിക്കേണ്ടത്, നീ അത് തന്നെയാണ് ചെയ്യേണ്ടത്, അതാണ് ശരിയായിട്ടുള്ള രീതി. മെർക്കിഡ്സുമായിട്ടുള്ള യുദ്ധം തുടർന്ന് പോകുമായിരിക്കും, പക്ഷേ നമുക്ക് നമ്മുടെ ആചാരങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഉപേക്ഷിക്കുന്നവർ യഥാർത്ഥ മംഗോൾസ് അല്ല. അങ്ങനെ അവർ യാത്ര ചെയ്ത് കുറേ അധികം കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ ക്ഷീണം അവരെ ബാധിക്കുന്നുണ്ട്. കാരണം അത് വലിയൊരു മരുഭൂ പ്രദേശമാണ്. ഈ മംഗോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കഥ നടക്കുന്ന പ്രദേശം വലിയൊരു മരുഭൂ പ്രദേശമാണ്. പക്ഷേ നമ്മൾ സൗദി അറേബ്യയിലോ രാജസ്ഥാനിലോ കാണുന്ന മരുഭൂമികളല്ല. മരുഭൂ പ്രദേശം തന്നെയാണ്. ഇവിടെ കാര്യമായിട്ട് മരങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ പുൽമേടുകളാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അധികം മരങ്ങളില്ലാത്ത പുൽമേടുകൾ. ഇവിടെ വേനൽക്കാലം ഉള്ളതുപോലെ തന്നെ മഞ്ഞുകാലമുണ്ട്. ആ മഞ്ഞുകാലത്ത് മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ഒരു വലിയ പ്രദേശം തന്നെയാണിത്. അത്തരത്തിലുള്ള ഒരു വലിയ പ്രദേശത്തു കൂടിയാണ് ഇവർ സഞ്ചരിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊന്നും അങ്ങനെ ലഭ്യമാകാറില്ല. അങ്ങനെ യാത്ര ചെയ്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ചെറിയ ഗോത്ര ഗ്രാമം കാണാൻ സാധിച്ചു. ആ ഗോത്ര ഗ്രാമവുമായിട്ട് ഇവർക്ക് കാര്യമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവർക്കിടയിൽ തമ്മിൽ ചില ശത്രുതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇത്തരത്തിൽ യാത്ര ചെയ്ത് തളർന്നു വരുന്ന ആളുകളെ കൊല്ലാൻ പാടില്ല എന്നുള്ള ഒരു അലിഖിത നിയമം അന്ന് മംഗോൾസിനിടയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള യാത്ര സുഖകരമാകണമെങ്കിൽ ഇവിടെ കയറി അല്പം ഒന്ന് വിശ്രമിച്ചിട്ട് പോവുക തന്നെ വേണം. അവർ രണ്ടും കൽപ്പിച്ച് ആ ഗോത്ര ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. അവർ രണ്ട് കൈ നീട്ടി തന്നെ സ്വീകരിച്ചു. അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും പാലുമൊക്കെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു വലിയ കോപ്പയിൽ പാലാണ് അവരിലേക്ക് എത്തിച്ചത്. അങ്ങ് ദൂരെ മാറി ആ ഒരു ഗോത്ര ഗ്രാമത്തിൻ്റെ ഖാനും ഇരിപ്പുണ്ട്. അയാളോടൊപ്പം തന്നെ അയാളുടെ പരിചാരകരുമുണ്ട്. അയാളുടെ കയ്യിലും ഇത്രയും തന്നെ വലിപ്പമുള്ള ഒരു കൂപ്പ പാലുണ്ട്. ഈ പാല് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഖാൻ അത് കുടിക്കേണ്ടതാണ്. കുടിച്ചതിന് ശേഷം അത് പൂർണ്ണമായിട്ടും കുടിച്ചു എന്ന് കാണിക്കാനായിട്ട് ആ കോപ്പ തല തിരിച്ച് പിടിച്ച് കാണിക്കേണ്ടതാണ്. അതാണ് ആചാരം. പക്ഷേ ഈ ഒരു പാല് കിട്ടിയതിന് ശേഷം അടുത്തുണ്ടായിരുന്ന ഖാൻ്റെ ഏറ്റവും അടുത്ത കമാൻഡർ പറഞ്ഞത്, ഇത് താങ്കൾ തന്നെ ആദ്യം കുടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഏതെങ്കിലും ജോലിക്കാരെ കൊണ്ട് ഇത് കുടിപ്പിക്കാം, അവർക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം നമുക്കിത് കുടിച്ചാൽ മതി. പക്ഷേ യസുഗൈ ഖാൻ അത് അംഗീകരിക്കുന്നില്ല. കാരണം ആചാരമാണ്. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുമായിട്ടുള്ള ശത്രുത കൂടുതൽ വർദ്ധിക്കുകയുള്ളൂ. ഇവരെ വിശ്വാസമില്ല എന്ന് അവർക്ക് ഉറപ്പ് വരും. അത്തരത്തിലുള്ള ശത്രുത നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആചാരം അതേപടി പാലിക്കാം. ആചാരപ്രകാരം അവർക്ക് ഇത്തരത്തിൽ വിഷം തരേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്നതും ആചാര ലംഘനമാണ്. അതുകൊണ്ട് ആ പാല് പൂർണ്ണമായിട്ടും അയാൾ കുടിക്കുകയും ആ കോപ്പ അയാൾ തലതിരിച്ച് കാണിക്കുകയും ചെയ്തു. അതേസമയം അങ്ങേ അറ്റത്തുണ്ടായിരുന്ന ആ ഗ്രാമത്തിലെ ഗോത്ര തലവനും ഇപ്രകാരം തന്നെ പാല് കുടിച്ച് കോപ്പ തല കീഴായിട്ട് കാണിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അല്പനേരം അവിടെ വിശ്രമിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും യാത്ര പുനരാരംഭിക്കുന്നത്. പക്ഷേ അവിടെ വലിയൊരു ചതിയുണ്ടായിരുന്നു. ആ പാല് കുടിക്കുമ്പോൾ അയാൾക്ക് അറിയുകയില്ലായിരുന്നു അത് അയാളുടെ അവസാനത്തെ പാലുകുടിയാണെന്ന്. അയാളിലേക്ക് മരണം എത്തിച്ചേരുകയാണ്. യാത്രാമധ്യയിൽ അയാൾക്ക് കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു. വലിയ രീതിയിലുള്ള ഛർദിയാണ് പിന്നീടുണ്ടായത്. അധികം വൈകാതെ അയാൾ മരണത്തിന് കീഴടങ്ങിയാണ്. മരണത്തിനു തൊട്ടു മുൻപ് തൻ്റെ മകനായിട്ടുള്ള ടെമുച്ചിനോട് പറഞ്ഞു, ഇനി നമ്മുടെ ഗോത്ര ഗ്രാമത്തിൻ്റെ തലവൻ നീയാണ്. ഞാൻ എൻ്റെ ഗോത്ര ഗ്രാമത്തെ കരുതി പോന്നതുപോലെ നീയും കരുതി പോകേണ്ടതാണ്. അതിൻ്റെ സംരക്ഷണം ഇനി നിൻ്റെ തോളുകളിലാണ്. ഈ വ്യക്തി മരണമടയുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന മറ്റ് സൈനികരിൽ ഒരു സന്തോഷമാണ് ഉണ്ടായത്. ഇവരെല്ലാവരും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഗോത്രവർഗ്ഗക്കാരാണ്. ഇവർക്ക് കാര്യമായിട്ടുള്ള കൂറൊന്നുമില്ല, നന്ദിയുമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഖാൻ ഇനി അവരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ അവർക്കുണ്ടായത്. അക്കൂട്ടത്തിൽ തന്നെ ടാർഗറ്റായി എന്ന് പറയുന്ന ഒരു ക്രൂരനായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾ യസുഗയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം യസുഗയുടെ സ്വത്തുക്കളെല്ലാം അപഹരിക്കുകയാണ്. അയാൾ സ്വയം ഖാനായിട്ട് അവരോധിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കൂടാരങ്ങളെല്ലാം അയാൾ കവർന്നെടുക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആടുകളെയും അതുപോലെ തന്നെ കുതിരകളെയും എല്ലാം ഇയാൾ കവർന്നെടുത്ത് സൈനികരോടൊപ്പം തന്നെ അവിടെ നിന്നും വിടവാങ്ങി പോവുകയാണ്. ഈ സമയത്ത് യസുഗൈൻ്റെ ഭാര്യ, അതായത് യസുഗൈൻ വർഷങ്ങൾക്ക് മുൻപ് മെർക്കിഡ്സിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവതി, അവരിപ്പോൾ കുറേ കൂടെ പ്രായമുള്ള ഒരു അമ്മയായിട്ട് മാറിയിട്ടുണ്ട്. ടെമുച്ചിൻ്റെ അമ്മയാണ്. അവർ ടാർഗറ്റായി തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അധിപൻ ഇപ്പോൾ ടെമുച്ചിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിൽക്കണം, ഇതൊന്നും കവർന്നു കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങളെ ഇത്രയും നാളും സംരക്ഷിച്ചത് മരിച്ചുപോയ യസുഗൈയാണ്.
അതുകൊണ്ട് ഇവിടെ തുടരേണ്ടത് നിങ്ങളുടെ കടമയാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ടാർഗറ്റായി പറയുന്നു, എസുഗൈ മരിച്ചുപോയി, ഇനിയും അയാളെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കിനി ഞങ്ങളുടെ ലോകമാണ്, ഇവിടെയുള്ള വിഹിതമെല്ലാം എടുത്തുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞ അയാൾ യാത്ര തിരിക്കുകയാണ്. പക്ഷേ അയാളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഒരു അബദ്ധം അമ്മയുടെ വായിൽ നിന്നും വരുന്നുണ്ട്. ടെമുഡ്ചിൻ ഇത്തരത്തിൽ നന്ദികേട് കാണിച്ച് നിന്നെ വകവരുത്തുക തന്നെ ചെയ്യും, അതിന് കുറച്ച് വർഷങ്ങൾ കൂടി നീ കാത്തിരുന്നാൽ മതി. ഇത് കേട്ടപ്പോൾ ടാർഗറ്റായിക്ക് ഒരു കാര്യം സ്ട്രൈക്കായി. അയാൾ പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുകയാണ് ഉണ്ടായത്. ടെമുഡ്ചിൻ്റെ അമ്മയ്ക്ക് അപ്പോഴാണ് തനിക്കുണ്ടായ അബദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ടെമുഡ്ചിൻ നാളെ വളർന്നു വലുതാവുകയാണെങ്കിൽ തന്നെ കൊല്ലാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ടെമുഡ്ചിൻ്റെ സ്വത്തുക്കളാണ് താനിപ്പോൾ കട്ടെടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ടെമുഡ്ചിനെയും കൂടെ കൊന്നിട്ട് തിരികെ പോകാമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അമ്മയുടെ കരച്ചിലൊക്കെ അവഹേളിച്ചുകൊണ്ട്, ടെമുഡ്ചിൻ്റെ സഹോദരന്മാരുടെ ചെറുത്തുനിൽപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ടെമുഡ്ചിനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമമാണ് അവിടെ നടന്നത്. കൊല്ലുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകമായി പരിശോധിക്കേണ്ടതുണ്ട്. മംഗോൾസിനെ കൊല്ലണമെങ്കിൽ ആ മംഗോൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മംഗോൾ ആയിരിക്കണം. മംഗോൾ പ്രായപൂർത്തിയാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു മാർഗമുണ്ട്. കുതിരവണ്ടിയുടെ ചക്രത്തോട് ചേർത്ത് നിർത്തുക. ആ ചക്രത്തിന് മുകൾ ആ കുട്ടിക്ക് നീളമുണ്ടെങ്കിൽ അത് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ അതൊരു കൊച്ചു കുട്ടിയാണ്. ടെമുഡ്ചിന് ഭാഗ്യമുണ്ടായിരുന്നു, ടെമുഡ്ചിന് അത്ര നീളമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വലിയ പ്രായവുമുള്ള ഒരു കുട്ടി ആയിരുന്നില്ല, വെറും 9 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആ ഒരു ചക്രത്തോട് ചേർത്ത് വെച്ചപ്പോൾ അവന് നീളക്കുറവാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മഞ്ഞുകാലത്ത് ഞങ്ങൾ തിരികെ വരും, അന്ന് വരെ ഇവന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവനെ വളർത്തി നിർത്തുക. അപ്പോഴേക്കും ഇവൻ്റെ നീളം ചക്രത്തിന് മുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അന്ന് ഞാൻ ഇവനെ കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോളാം. ഇത്രയും പറഞ്ഞിട്ട് ടാർഗറ്റായി അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. പിന്നീടുള്ളത് നാളുകൾ എണ്ണിയുള്ള ഒരു ജീവിതമായിരുന്നു. അടുത്ത മഞ്ഞുകാലം വരും. മഞ്ഞുകാലം തൻ്റെ അവസാനത്തെ കാലഘട്ടമാണ്. അച്ഛൻ മരിച്ച വഴിയെ തന്നെ തനിക്കും മരിക്കേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത ആ ഒരു കുട്ടിയിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. പക്ഷേ ആ കുട്ടിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ടും ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം. ആ കുട്ടിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിനുപരിയായിട്ട് ആ കുട്ടി ഒരു സാധാരണ മംഗോളായി മാറി എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി. കാരണം അവരെല്ലാം ഗോത്രവർഗ്ഗക്കാരാണ്, അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ബാർബേറിയൻസ് ആണ്. അവർ ആരെയും വകവയ്ക്കുന്നവരല്ല, ആരെയും കൊല്ലാനും ചതിക്കാനും അവർക്ക് ഒരു മടിയുമില്ല. ആദ്യത്തെ കൊലപാതകം ടെമുഡ്ചിൻ നടത്തുന്നത് ഈ സമയത്താണ്. കൊല്ലുന്നത് മറ്റാരെയുമല്ല, തൻ്റെ സഹോദരനെ തന്നെയാണ്. അതും ഒരു മീനിനു വേണ്ടി. ഒരു മീൻ ടെമുഡ്ചിന് കിട്ടുന്നുണ്ട്. എന്നാൽ അത് നിൻ്റെ മീനല്ല, അത് എൻ്റെ മീനാണെന്ന് പറഞ്ഞ് ടെമുഡ്ചിൻ്റെ കയ്യിൽ നിന്നും ആ മീൻ തട്ടിയെടുക്കുന്നുമുണ്ട് സഹോദരൻ. ഈ ദേഷ്യം കാരണമാണ് സഹോദരനെ വകവരുത്തുന്നത്. ടെമുഡ്ചിൻ്റെ ആദ്യത്തെ കൊലപാതകമാണത്. ആ ഒരു കൊലപാതകം അവസാനിക്കുന്നത് 4 കോടി എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയിലേക്കാണ്. നമ്മുടെ മലയാളികളുടെ എണ്ണം പോലും 3.25 കോടിയാണ്. അതിനും ഉപരിയായിട്ട് 4 കോടി വ്യക്തിയെ കൊന്ന ക്രൂരനായ ഒരു വ്യക്തി. ആ വ്യക്തിയുടെ ആദ്യത്തെ കൊലപാതകമാണ് ആ നടന്നത്. കുറച്ച് മാസങ്ങൾ കൂടി കടന്നുപോയി, മഞ്ഞുകാലം വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അമ്മയോടൊപ്പം ആ ഗോത്രഗ്രാമത്തിൽ നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന് ടെമുഡ്ചിന് മനസ്സിലായി. ടെമുഡ്ചിൻ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ലക്ഷ്യമൊന്നുമില്ലാതെ അയാൾ യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. യാത്ര തുടർന്നു തന്നെ ഇരിക്കുക. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും കണ്ടെത്താൻ പ്രയാസമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ഗോത്ര ഗ്രാമത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ എളുപ്പം തന്നെ കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ മഞ്ഞുകാലത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത്? അങ്ങനെ ഭക്ഷണമൊന്നും ലഭ്യമാകാതെ തളർന്ന് അവശനായി ആ മഞ്ഞിൽ തന്നെ അയാൾ ബോധരഹിതനായി വീഴുകയാണ്. അവിടെ വെച്ച് അയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ജാമുക് എന്ന ഒരു കൊച്ചുകുട്ടിയാണ്. ഒരു ആട്ടിടയനാണ്. ഏകദേശം ടെമുഡ്ചിൻ്റെ അത്രയും തന്നെ പ്രായമുണ്ട്. ജാമുക് അവന് ചൂട് പാല് കൊടുക്കുന്നുണ്ട്, അവന് വസിക്കാനായിട്ട് ഒരു കൂര കൊടുക്കുന്നുണ്ട്, അവന് ഭക്ഷണ സാധനങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. തന്നെ രക്ഷപ്പെടുത്തിയ ജാമുക് തൻ്റെ ബ്ലഡ് ബ്രദർ ആയി മാറണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാമുക്കിനോട് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ ബ്ലഡ് ബ്രദറായി മാറിക്കൂടെ? അതിന് മറുപടി ഒന്നും പറയാതെ തൻ്റെ കയ്യിലിരുന്ന ഒരു പിച്ചാത്തി ഉപയോഗിച്ച് ജാമുക് കൈവെള്ളം മുറിക്കുന്നുണ്ട്. അതിൽ നിന്നും രക്തം ഇറ്റിച്ച് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കോപ്പയിലെ പാലിലേക്ക് ഇട്ടിടുന്നുമുണ്ട്. അത് കഴിഞ്ഞ് ആ പാൽക്കോപ്പ കൊടുക്കുന്നത് ടെമുഡ്ചിൻ്റെ കയ്യിലേക്കാണ്. ടെമുഡ്ചിനും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു. കത്തിയെടുക്കുന്നു, കൈവെള്ളം മുറിക്കുന്നു, രക്തം അതിലേക്ക് ഇടുന്നുമുണ്ട്. അതിനുശേഷം ആ പാലിൻ്റെ പകുതി അയാൾ കുടിക്കുകയാണ്. ബാക്കി പകുതി തൻ്റെ ബ്ലഡ് ബ്രദറിൻ്റെ കയ്യിലേക്ക്, ജാമുകിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ജാമുക്കും അത് കുടിക്കുകയാണ്. ഇതാണ് അവരുടെ ആചാരം. ഒരു ബ്ലഡ് ബ്രദർ ആവുക എന്ന് പറയുന്നത് ഇപ്രകാരം രക്തം ചീറ്റിയാണ്.
ആ രക്തം ചീറ്റി അവർ ബ്ലഡ് ബ്രദേഴ്സായി മാറുകയാണ്. പക്ഷേ ഇങ്ങനെ പാല് കുടിക്കുമ്പോൾ അവർക്കറിയുകയില്ലായിരുന്നു അവർ നാളെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുമെന്ന്. അതിലൊരാൾ മറ്റൊരാളെ ചതിക്കുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം നേരം പുലർന്നു. ആടിനെ മേയ്ക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ജാമുക്കും അയാളുടെ സഹോദരനും. ബ്ലഡ് ബ്രദർ അല്ല, അവൻ്റെ സ്വന്തം സഹോദരൻ തന്നെയാണ്. അവരോടൊപ്പം തന്നെ ബ്ലഡ് ബ്രദറായിട്ടുള്ള ടെമുച്ചിനുമുണ്ട്. ടെമുച്ചിനെ ഇവിടെ വെച്ച് ടാർഗറ്റായി കണ്ടെത്തുകയാണ്. ടാർഗറ്റായും അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സൈന്യ വ്യൂഹവും. അവർ ഓടിച്ചിട്ട് ഇവനെ പിടിക്കുന്നുണ്ട്. ഇവനെ പിടിച്ച് അവരുടെ ഗോത്ര ഗ്രാമത്തിൽ എത്തിക്കുന്നുമുണ്ട്. അവിടെ വെച്ച് ഇവൻ്റെ ഉയരം പരിശോധിക്കുമ്പോൾ ഇവന് വീണ്ടും ഉയരം ആയിട്ടില്ല, ഇനിയും കുറച്ചുകൂടെ വളരേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊല്ലാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഇവനെ അങ്ങ് വെറുതെ വിടാനും സാധിക്കുകയില്ല. കാരണം വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഇവൻ എവിടെയാണ് പോയി ഒളിക്കുന്നതെന്ന് കണ്ടെത്താൻ വളരെയധികം പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അവനെ അവിടെ തടവിൽ പാർപ്പിക്കുകയാണ്, ഒരു അടിമയെ പോലെ. കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് തലയോട് ചേർത്ത് തന്നെ ഒരു പലക പോലുള്ള വസ്തു ഉപയോഗിച്ചിട്ട് അവനെ ട്രാപ്പിലാക്കുന്നുണ്ട്. ഇതിനു പുറമെ ആ തടിയുടെ ഭാഗത്തിൻ്റെ ഒരറ്റം കയറുമായിട്ട് ബന്ധിപ്പിച്ച് മറ്റൊരു ഭാഗത്ത് കെട്ടിവെക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. അവന് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഇവൻ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, വളരണം, വളർന്ന് ഉയരം എത്തിക്കഴിഞ്ഞാൽ ഇവനെ കൊല്ലണം. ഇതാണ് ടാർഗറ്റായുടെ ലക്ഷ്യം. പക്ഷേ അന്ന് വൈകുന്നേരം അവൻ കിടന്ന പ്രദേശത്ത് നിന്നും ഒരു കടാര ലഭിക്കുന്നുണ്ട്. ആ കടാര ഉപയോഗിച്ച് അവൻ പതിയെ ആ കയറുകൾ അറുത്തു മാറ്റി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുമുണ്ട്. രാത്രി കാലങ്ങളിൽ ഈ മംഗോൾസ് മദ്യപിക്കുകയും അതിനുശേഷം നൃത്തം വയ്ക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഇത്തരത്തിൽ അവരുടെ ശ്രദ്ധയൊന്നും മാറിയപ്പോഴാണ് ആ പയ്യൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. അവൻ ഓടി രക്ഷപ്പെട്ട് എത്തിച്ചേരുന്നത് ഒരു വലിയ കൂട്ടം കുതിരകളുടെ മുൻപിലാണ്. ആ കുതിരകളെ മേയിച്ചുകൊണ്ട് അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കാരണം യസുഗയുടെ ഗ്രാമത്തിലുണ്ടായിരുന്ന അയാളുടെ വിധേയനായി കഴിഞ്ഞിരുന്ന ഒരു ദാസനായിരുന്നു ഈ കുതിരയെ മേയിച്ചുകൊണ്ട് നടന്നിരുന്ന വ്യക്തി. കയ്യിൽ അപ്പോഴുണ്ടായിരുന്ന വിറകിൻ്റെ ആ ഒരു ട്രാപ്പ് അത് അയാൾ നശിപ്പിച്ച് കളയുകയും ഒരു കുതിരയെ അവന് സമ്മാനിക്കുകയും ചെയ്തു. ഈ കുതിര കൊണ്ട് നീ എങ്ങനെയെങ്കിലും ടാർഗറ്റായുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുക. അവന് കർശനമായിട്ടുള്ളൊരു നിർദ്ദേശമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. പിന്നീട് നടന്നത് എലിയും പൂച്ചയും തമ്മിലുള്ള ഒരു കളിയാണ്. എലി ഒളിക്കാൻ ശ്രമിക്കുന്നു, പൂച്ച കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇവിടെ എലി എന്ന് പറയുന്നത് ടെമുച്ചിനാണ്, പൂച്ച ടാർഗറ്റായാണ്. അങ്ങനെ ആ യുദ്ധം കുറേ അധികം വർഷങ്ങൾ നീണ്ടുപോയി. ഒടുവിൽ 1186 ഈ എലിയെ അല്ലെങ്കിൽ ടെമുച്ചിനെ വീണ്ടും പിടിക്കുന്നത്. അപ്പോഴേക്കും അവൻ വലിയൊരു യുവാവായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഒരു വലിയ കൊലപാതകം ചെയ്ത വ്യക്തിയാണ്. സ്വന്തം സഹോദരനെ തന്നെ കൊന്ന വ്യക്തിയാണ്. അപ്പോൾ ആ കുട്ടി വളർന്നു വലുതായി ഒരു യുവാവായി മാറി കഴിയുമ്പോഴുള്ള സ്വഭാവം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. ടാർഗറ്റായി ഇപ്രകാരം അവനെ പിടിച്ചുകൊണ്ട് അവൻ്റെ ഗ്രാമത്തിലേക്ക് കൊല്ലാനായിട്ട് കൊണ്ടുവരുന്ന സമയത്തും ടെമുച്ചിൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ടെമുച്ചിൻ്റെ ഈ ദേഷ്യപ്പെടലും ശകാരവും ഒക്കെ കേട്ട് സഹിക്കാൻ വയ്യാതെ ടാർഗറ്റായി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇവനെ ഒറ്റയടിക്ക് കൊല്ലുന്നില്ല, ഇവനെ അതിക്രൂരമായി പീഡിപ്പിച്ച് തന്നെ കൊല്ലുന്നതാണ്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില മെത്തേഡൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതിലൊരു മെത്തേഡെന്ന് പറയുന്നത് ഒരു കഴുതയാണ്. അതായത് മരം കൊണ്ടുണ്ടാക്കിയ ഒരു കഴുതയുടെ രൂപം. ആ കഴുതയിൽ ശത്രുക്കളെ ബന്ധിപ്പിക്കുന്നത് കയറുകൊണ്ടോ ചരടുകൊണ്ടോ ഒന്നുമല്ല, ആണി കൊണ്ട് അടിച്ച് ആ കഴുതയുടെ മേൽ ഉറപ്പിക്കുന്നതാണ് ശീലം. അങ്ങനെ ആണി അടിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം ഭക്ഷണമൊന്നും കൊടുക്കുന്നതല്ല. ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ആ വ്യക്തി മരണമടയുന്നതാണ്. വേദന കൊണ്ട് പിടഞ്ഞുള്ള മരണം. അത്തരത്തിലുള്ളൊരു മരണമാണ് ടെമുച്ചിനും ഇവിടെ കൊടുക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടിയുള്ള മുഹൂർത്തത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അന്ന് രാത്രിയിലും ആഘോഷങ്ങൾ നടക്കുകയാണ്. ടെമുച്ചിനെ പഴയതുപോലെ തന്നെ ഒരു ഭാഗത്ത് കെട്ടിയിട്ടിട്ടുമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ടെമുച്ചിനെ നിരീക്ഷിക്കാനായിട്ട് ഒരു ഭടനെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ ഭടൻ്റെ കയ്യിൽ നല്ലൊരു കടാരയും ഉണ്ടായിരുന്നു. ടെമുച്ചിൻ അവിടെ വെച്ച് ഒരുപാട് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സൈനികനെ. പ്രകോപനം സഹിക്കാൻ വയ്യാതെ ടെമുച്ചിനെ തല്ലാനായിട്ട് അടുക്കുന്ന ആ വ്യക്തിയെ ടെമുച്ചിൻ കാലുകൊണ്ട് തൊഴിച്ച് നിലത്തിടുന്നുണ്ട്. അയാളുടെ മുകളിലേക്ക് കയ്യിൽ ബന്ധിപ്പിച്ചിരുന്ന ആ തടിക്കഷ്ണം കൊണ്ട് ചാടുകയും ആ തടിക്കഷ്ണം ബലമായിട്ട് അയാളുടെ മുഖത്ത് ആഞ്ഞ് അടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ അടിയെ തുടർന്ന് ആ സൈനികൻ്റെ മുഖത്തു നിന്ന് ചോര കുടുകുടെ ഒഴുകാൻ തുടങ്ങി. ശേഷം ആ സൈനികൻ്റെ കയ്യിലുണ്ടായിരുന്ന കടാര വലിച്ചൂരി അതുപയോഗിച്ചിട്ട് ആ കയററുത്ത് അയാൾ അവിടെ നിന്ന് വീണ്ടും ഓടി രക്ഷപ്പെടുകയാണ്. ടാർഗറ്റായിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെടണം. അതിന് ടാർഗറ്റായിയെ കൊല്ലുക തന്നെ ചെയ്യണം. തനിക്ക് ഒറ്റയ്ക്ക് കൊല്ലാൻ സാധിക്കുന്നതല്ല.
തൻ്റെ അമ്മയുടെ പക്കൽ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, പക്ഷേ അത് വിരലിലുണ്ടാവുന്ന ഒരു സൈന്യം മാത്രമാണ്. അവരെയും കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നുള്ളൊരു മാർഗത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവൻ കേൾക്കുന്നത്. കല്യാണം കഴിക്കുക, കല്യാണം കഴിക്കുന്നതിലൂടെ നമുക്ക് സ്ത്രീധനമായിട്ട് ഒരു സൈന്യത്തെ തന്നെ കിട്ടുന്നതാണ്. അതുകൂടാതെ ആ ഗോത്ര ഗ്രാമം നമ്മുടെ ഒരു ഗ്രാമമായിട്ട് മാറുന്നതാണ്, നമ്മൾ കുറേ കൂടി ശക്തരായിട്ട് മാറുന്നതാണ്. അപ്പോൾ മാത്രമാണ് അവൻ ബോർട്ടയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നത്. ബോർട്ടയെ സ്വന്തമാക്കണം. പക്ഷേ ഇപ്പോൾ അവൾ മറ്റാരുടെയെങ്കിലും സ്വന്തമായി കാണുമോ? ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 5 വർഷം കഴിഞ്ഞ് എത്തിച്ചേരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നല്ല പ്രായമുള്ള ഒരു സ്ത്രീയായിട്ട് അവൾ മാറിയിട്ടുണ്ടായിരിക്കും. എന്തായാലും തൻ്റെ മുൻപിൽ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് ആ ഗോത്ര ഗ്രാമത്തിലേക്ക് തന്നെ അയാൾ എത്തുകയാണ്. ഗോത്രഗ്രാമത്തിലെ ഖാനെ ചെന്ന് കാണുന്നുണ്ട്. യസുഗയുടെ മരണത്തിൽ ആ ഖാന് വളരെയധികം വിഷമമുണ്ട്. പക്ഷേ ബോർട്ടയുടെ കാര്യത്തിൽ അയാൾക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കുകയില്ല. ബോർട്ടയ്ക്ക് സമ്മതമാണെങ്കിൽ നിനക്ക് ബോർട്ടയെ കൊണ്ടുപോകാം, വിവാഹം ചെയ്തു തരാവുന്നതാണ്. പക്ഷേ അവളിപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. അവൾക്കിപ്പോൾ ഒരുപാട് പ്രായമായിരിക്കുന്നു. അവളുടെ മനസ്സിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം. വേറെ ആരോടെങ്കിലും അവൾക്ക് പ്രണയമുണ്ടായിരിക്കാം. ഒരു പക്ഷേ നിന്നെ തന്നെ അവൾ മറന്നിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഖാൻ്റെ കൂടാരത്തിലേക്ക് ബോർട്ടയെ വിളിച്ചു വരുത്തുന്നുണ്ട്. ബോർട്ടെ ആ കൂടാരത്തിലേക്ക് വന്ന് കയറുന്നുമുണ്ട്. അവളിപ്പോൾ അതിസുന്ദരിയായി മാറിയിരിക്കുന്നു, ഒരു യുവതിയായി മാറിയിരിക്കുന്നു. ടെമുച്ചിന് ശരിക്കും അവളെ കണ്ടിട്ട് മനസ്സിലാക്കാൻ പോലും സാധ്യമായില്ല. പക്ഷേ ബോർട്ടയ്ക്ക് ടെമുച്ചിനെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. ടെമുച്ചിനെ കണ്ടപ്പോൾ തന്നെ ഇതെൻ്റെ ടെമുച്ചിനല്ലേ എന്നായിരുന്നു അവളുടെ ചോദ്യം. അതിനുശേഷം മറ്റാരും സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ഖാനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നടത്തുക, എനിക്ക് ടെമുച്ചിൻ്റെ കൂടെ ജീവിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. ടെമുച്ചിന് അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. തന്നെ ഇത്രയധികം പ്രേമിക്കുന്ന ഒരു പെൺകുട്ടി. ആ ഒരു ഒറ്റ രാത്രി മാത്രമേ ഇവർ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത്. പക്ഷേ ഇപ്പോഴും അവളിൽ ആ പ്രേമം അവശേഷിക്കുന്നുണ്ട്. ഖാൻ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട്. സ്ത്രീധനമായിട്ട് കമ്പിളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കോട്ടും കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നല്ലൊരു സൈന്യത്തെയും അവരോടൊപ്പം തന്നെ വിടുന്നുമുണ്ട്. ഖാൻ്റെ ഒരു മകൾ തന്നെയാണ് ഈ ബോർട്ടെ. അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഖാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരു യാത്രയിൽ ഏർപ്പെടുകയാണ്. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ടെമുച്ചിൻ്റെ അമ്മയുടെ അടുത്താണ്. അവർക്കൊരു ചെറിയ ഗ്രാമമുണ്ട്. അവിടെ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ, കുറച്ച് സൈന്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടേതായിട്ടുള്ള ഒരു ചെറിയ ഗോത്ര ഗ്രാമമായി അത് മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിച്ചേരുന്ന ആ അമ്മയ്ക്ക് അവൾ ആ സമ്മാനം, ആ ഒരു കോട്ട് കൊടുക്കുകയാണ്. കോട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ആ അമ്മ സ്വീകരിക്കുന്നുണ്ട്. തൻ്റെ മരുമകളെ ആനയിച്ച് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നുമുണ്ട്. പക്ഷേ അന്ന് രാത്രി ചില സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ടെമുച്ചിൻ്റെ നീക്കങ്ങളെ അങ്ങ് ദൂരെ നിന്നുകൊണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ടായിരുന്നു, മെർക്കിഡ്സുകൾ. മെർക്കിഡ്സുകൾക്ക് വലിയ രീതിയിലുള്ളൊരു വൈരാഗ്യം ടെമുച്ചിനോടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടെമുച്ചിനോടല്ല, ടെമുച്ചിൻ്റെ അച്ഛനായ യസുഗിനോടാണ് ഉള്ളത്. യസുഗിനാണ് വർഷങ്ങൾക്ക് മുൻപ് മെർക്കിഡ്സിൽ നിന്നും ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതിൻ്റെ പ്രതികാരമായിട്ട് മകൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ അന്ന് തന്നെ തട്ടിക്കൊണ്ടു പോവുക എന്നുള്ള ഒരു ചിന്ത ഇവരിലുണ്ടായിരുന്നു. അവൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തിയ ആ രാത്രിയിൽ ആ ഗ്രാമത്തെ ഇവർ ആക്രമിക്കുന്നു. അവരുടെ പല കൂടാരങ്ങളും അഗ്നിക്ക് ഇരയാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ വെളിയിൽ നടക്കുന്ന സമയത്ത് ടെമുച്ചിൻ തൻ്റെ ബോർട്ടെ എന്ന ഭാര്യയുമായി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കുതിരപ്പുറത്ത്. അടുത്ത ദിവസം പ്രഭാതമായപ്പോഴേക്കും അവർ മറ്റൊരു പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പിന്നാലെ ഒരു നിഴൽ പോലെ തന്നെ മെർക്കിഡ്സും ഉണ്ടായിരുന്നു. ആളൊഴിഞ്ഞ ഒരു വലിയ പ്രദേശമാണ് ഈ മംഗോളിയൻ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുതിര ഓടിപ്പോയിട്ടുള്ള അതിൻ്റെ കാൽപ്പാടുകൾ ഇവർക്ക് വളരെ അനായാസമായിട്ട് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇവർ കുതിരപ്പുറത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മെർക്കിഡ്സ് ഇപ്രകാരം ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു കുതിരയുടെ കാൽപ്പാട് അന്വേഷിക്കുകയായിരുന്നു. ആ കാൽപ്പാട് കണ്ടെത്തുകയും അതിനെ പിന്തുടർന്ന് അവർ പോവുകയും ചെയ്തു. അങ്ങനെ പോയി ഒടുവിൽ ഇവർ രണ്ടുപേരും മാത്രമുണ്ടായിരുന്ന ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഇവരെ കണ്ടപാടെ ടെമുച്ചിനും ഭാര്യ ബോർട്ടയും അവിടെ നിന്നും 2 കുതിരകളിലായി ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഓടി ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പുറകിൽ നിന്ന് വരുന്ന മെർക്കിഡ്സിൻ്റെ ആക്രമണത്തെ തടയാൻ കഴിയാത്തൊരവസ്ഥയായി. മെർക്കിഡ്സിൻ്റെ ഒരു അമ്പ് ടെമുച്ചിൻ്റെ പുറകിൽ ഏൽക്കുന്നുണ്ട്. ടെമുച്ചിൻ തീരെ അവശനായി. പക്ഷെ അവൻ ആ കുതിരപ്പുറത്തൊന്നും വീഴുന്നില്ല. കുതിരയുടെ ഓട്ടം പതിയെ നിലച്ചു പോവുകയാണ്. അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയ ബോർട്ടെ ആ കുതിരയുടെ പുറത്ത് ആഞ്ഞടിക്കുന്നുണ്ട്.
അതിനെ തുടർന്ന് ടെമുച്ചിൻ ഇരുന്ന കുതിര മുന്നിലേക്ക് കുതിച്ചു പോവുകയാണ്. പക്ഷേ ബോർട്ടെ അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. കാരണം ബോർട്ടയ്ക്കറിയാം ടെമുച്ചിനെ മെർക്കിഡ്സിന് കിട്ടിക്കഴിഞ്ഞാൽ അവർ വെറുതെ വിടുകയില്ല, അവനെ കൊല്ലുക തന്നെ ചെയ്യും. അവനെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് ഈ മെർക്കിഡ്സിന് സ്വയം കീഴടങ്ങി കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് എന്തും സഹിക്കാമെന്നും സ്വയം മനസ്സിൽ കരുതിക്കൊണ്ട് അവൾ അവളുടെ കുതിരയെ അവിടെ നിർത്തുകയാണ്. ഈ സമയത്ത് ടെമുച്ചിൻ്റെ കുതിര അതിവേഗം അവിടെ നിന്നും ഓടിപ്പോയി. ടെമുച്ചിൻ കരയുന്ന കണ്ണുകളോടുകൂടി തന്നെ പുറകിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കി. ഒന്നും ചെയ്യാൻ സാധിക്കാതെ അവിടെ ഗതികേടോടുകൂടി തന്നെ നിൽക്കുന്ന ബോർട്ടയാണ് അവന് കാണാൻ സാധിച്ചത്. ബോർട്ടയുടെ അരികിലേക്ക് മെർക്കിഡ്സ് ഓടിയെത്തി. അവർ അവളെയും വലിച്ചഴച്ചു കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകുന്ന ആ ദൃശ്യവും കണ്ടുകൊണ്ടാണ് ടെമുച്ചിൻ മുന്നിലേക്കുള്ള യാത്ര തുടരുന്നത്. സ്വന്തം ഗ്രാമത്തിലേക്കുള്ള വഴി അറിയാവുന്ന ആ കുതിര ഓടി ഓടി പോയത് അവൻ്റെ ഗ്രാമത്തിലേക്ക് തന്നെയാണ്, അവൻ്റെ അമ്മയുള്ള ആ ചെറിയ ഗ്രാമത്തിലേക്ക്. അവിടെ എത്തി ആദ്യത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത് കഴിയുമ്പോൾ അവൻ ചിന്തിക്കുന്നത് ബോർട്ടയെക്കുറിച്ച് തന്നെയാണ്. ബോർട്ടയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. പക്ഷേ അവൻ്റെ സൈന്യത്തെ ഉപയോഗിച്ച് അത്തരത്തിലുള്ള ഒരു രക്ഷപ്പെടുത്തൽ സാധ്യമല്ല. പക്ഷേ അവനെ സഹായിക്കാൻ സാധിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, ജാമുഖ്, അവൻ്റെ ബ്ലഡ് ബ്രദറായ ജാമുഖ്. ജാമുഖ് ഇപ്പോൾ പഴയ ആ ഒരു ആട്ടിടയനല്ല. അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അവനിപ്പോൾ സ്വന്തമായിട്ട് ഒരു ഗോത്രകുലമുണ്ട്. ആ ഗോത്രകുലത്തിൻ്റെ ഖാനാണ് ജാമുഖ് ഖാൻ. അങ്ങനെ അവൻ ജാമുഖ് ഖാനെ നേരിൽ പോയി കാണുകയാണ്. അവൻ്റെ ആവശ്യം അവൻ അറിയിച്ചു, എങ്ങനെയെങ്കിലും എനിക്ക് ബോർട്ടയെ തിരിച്ചെടുക്കണം. പക്ഷേ ജാമുഖിന് അതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. കാരണം ആ കാലഘട്ടത്തിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് ആരും പോകാറൊന്നുമില്ല. തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമാണ്. ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കുന്നത് മാന്യമായിട്ട് വിവാഹം ചെയ്തിട്ടൊന്നുമല്ല, ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയിട്ടാണ്. ആർക്കെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവരെ തട്ടിക്കൊണ്ടുപോവുക, പിന്നീട് അയാളുടെ ഭാര്യയായിരിക്കും ആ പെൺകുട്ടി. അത് ചരിത്രത്തിൻ്റെ വളരെയധികം പിന്നിലേക്ക് പോയാൽ പോലും, ഒരുപക്ഷെ നിയാണ്ടർത്തൽ മനുഷ്യന്മാരിലേക്കും അതിനും പിന്നിലേക്ക് പോയാലും ഇപ്രകാരമൊക്കെ തന്നെയാണ് വിവാഹങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു കുഞ്ഞിൻ്റെ ജന്മം സാധ്യമാകുന്നത്. അതെല്ലാം തന്നെ പീഡനങ്ങളാണ് മിക്കതും. അപ്പോൾ ഇവിടെയും അത്തരത്തിലുള്ള സാധാരണഗതിയിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയെ അന്വേഷിച്ച് അങ്ങോട്ട് പോകാറുള്ള പതിവില്ല. പിന്നെ എന്തിനാണ് അവളെ സ്വന്തമാക്കുന്നത്? പക്ഷേ ടെമുച്ചിന് അവളെ വേണമായിരുന്നു. കാരണം അവൾ കാരണമാണ് അവനിപ്പോൾ ജീവനോടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ളൊരു യുദ്ധം നടത്തുന്നത് മംഗോൾസിനെ സംബന്ധിച്ചിടത്തോളം അത് നാണക്കേട് തന്നെയാണ്. ജാമുഖ് അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ വീണ്ടും വീണ്ടും തൻ്റെ ബ്ലഡ് ബ്രദർ ആവർത്തിച്ച് പറയുകയാണ്, എനിക്ക് എൻ്റെ ബോർട്ടയെ തിരികെ വേണം. ഒടുവിൽ ജാമുഖ് സമ്മതിക്കുകയാണ്. പക്ഷേ ജാമുഖിൻ്റെ സൈന്യത്തിനും ചില പരിധികളുണ്ട്. കാരണം ഈ മെർക്കിഡ്സ് എന്ന് പറയുന്നത് അതിശക്തരാണ്. അപ്പോൾ ആ ശക്തരായിട്ടുള്ള മെർക്കിഡ്സിനെ ഒതുക്കാനുള്ള സൈന്യമൊന്നും ഇവരുടെ പക്കലില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ചില ഗോത്രവുമായിട്ട് സന്ധി ചേർന്നിട്ട് വേണം അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്താനായിട്ട്. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം എല്ലാ ഗോത്ര ഗ്രാമങ്ങളും പരസ്പരം കലഹിച്ച് കഴിയുന്നവരാണ്. ജാമുഖിൻ്റെ കയ്യിൽ സൈന്യമുണ്ട്, അതുപോലെ ടെമുച്ചിൻ്റെ കയ്യിൽ വളരെ ചെറിയൊരു സൈന്യമുണ്ട്. എന്നാൽ കുറേ കൂടെ ശക്തരായിട്ടുള്ള മറ്റൊരു ഗോത്ര ഗ്രാമമുണ്ട്. ആ ഗോത്ര ഗ്രാമത്തിൻ്റെ തലവനാണ് ടോഗിൾ ഖാനെ പോയി കാണുക, അവരുമായിട്ടൊരു സന്ധി ഉണ്ടാക്കുക, അവരുടെ സൈന്യത്തെ സ്വന്തമാക്കുക. അങ്ങനെ ടോഗിൾ ഖാനുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ സാധ്യമാകുന്നത് ഏതാണ്ട് 1 വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ്. അങ്ങനെ 1 വർഷം കൂടി കഴിഞ്ഞ് ശക്തമായിട്ടുള്ള ഒരു സൈന്യവുമായിട്ട് ഇവർ മെർക്കിഡ്സ് പാർക്കുന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തപ്പെടുകയാണ്. ആ ഗ്രാമത്തിൻ്റെ വളരെ അരികിലായിട്ട് ഒരു വലിയ പാറക്കൂട്ടമുണ്ട്, കുറേ അധികം പാറകൾ നിൽക്കുന്ന ഒരു കൂട്ടം. അതുതന്നെയാണ് മെർക്കിഡ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്. കാരണം ഈ പാറക്കൂട്ടത്തെ മറികടന്ന് അങ്ങനെ ആർക്കും വെളിയിലേക്ക് വരാൻ സാധിക്കുന്നതല്ല. അവിടെ ഒളിഞ്ഞിരിക്കുന്ന മെർക്കിഡ്സുകളുണ്ട്. ആ മെർക്കിഡ്സിൻ്റെ കണ്ണിൽപ്പെടാതെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നതല്ല. അവരുടെ കയ്യിൽ അമ്പുകളുണ്ട്. അവർ അമ്പുകൾ ഉപയോഗിച്ചിട്ട് ശത്രുവിനെ കൊന്നു വീഴ്ത്തുക തന്നെ ചെയ്യും. ഇവിടെയും ഒരു യുദ്ധം നടക്കുകയാണ്. മെർക്കിഡ്സും ഈ 3 സഖ്യവും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം കൊടുമ്പിരിയിൽ കൊണ്ടു നിൽക്കുന്ന സമയത്ത് അവരുടെയെല്ലാം കണ്ണു വെട്ടിച്ച് മരിച്ചു പോയിട്ടുള്ള ഒരു മെർക്കിഡിൻ്റെ മുഖം മൂടി കട്ടെടുത്തുകൊണ്ട് ടെമുച്ചിൻ അവരുടെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. ഇപ്പുറത്ത് യുദ്ധം നടക്കുകയാണ്, അതേ സമയത്ത് ടെമുച്ചിൻ ആ ഗ്രാമത്തിലേക്ക് നുഴഞ്ഞു കയറി. ഗ്രാമത്തിൽ ചെറിയ ചെറിയ കൂരകളുണ്ട്. ആ കൂരകളെല്ലാം അവൻ കയറി നോക്കി. അവിടെയൊന്നും അവൻ്റെ പെണ്ണുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേയിടത്ത് കയറി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവസാനം അവൻ മറ്റൊരു കൂരയിൽ എത്തിച്ചേർന്നത്. ആ കൂരയുടെ ഉള്ളിൽ ബോർട്ട ഉണ്ടായിരുന്നു. പക്ഷേ അത് പഴയ ബോർട്ടയല്ല, അവളിപ്പോൾ ഗർഭിണിയാണ്. തീർച്ചയായിട്ടും അത് ടെമുച്ചിൻ്റെ കുഞ്ഞല്ല. കാരണം അവർ തമ്മിൽ പിരിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മുകളിലായിരിക്കുന്നു.
അത് മറ്റേതോ ഒരു മെർക്കിറ്റിൻ്റെ കുഞ്ഞാണ്. പക്ഷേ ടെമുച്ചിൻ അവളെ കാണുമ്പോൾ തന്നെ പറയുന്നത് ആ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞാണെന്നാണ്. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുകയാണ്. അങ്ങനെ ഒന്നിച്ച് അവർ നേരെ പോകുന്നത് ജാമുക്കിൻ്റെ ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുകയാണ്. ഇവിടെ വെച്ച് ടെമുച്ചിൻ ഒരു ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു ഗോത്രഗ്രാമത്തെ കീഴടക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന സ്വത്തുക്കളെല്ലാം ഈ ഖാൻമാരാണ് എടുക്കുന്നത്. അപ്പം ജാമുക്കിന് ഒരു വിഹിതം കിട്ടും, അതുപോലെ ടെമുച്ചിനൊരു വിഹിതം കിട്ടും, അതുപോലെ ടോഗൽ ഖാനും ഒരു വിഹിതം കിട്ടുന്നതാണ്. പക്ഷേ ടെമുച്ചിന് കിട്ടിയ വീതത്തിൻ്റെ 10% മാത്രമേ അയാൾ എടുക്കുന്നുള്ളൂ. ബാക്കി 90% അവിടെ ഉണ്ടായിരുന്ന സൈനികർക്ക് വേണ്ടി അയാൾ വീതിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ പിന്നിൽ വളരെ ഗൂഢമായിട്ടുള്ള ഒരു തന്ത്രമുണ്ടായിരുന്നു. ടെമുച്ചിന് വളരെ ചെറിയൊരു സഖ്യം മാത്രമാണുള്ളത്. ഈ സഖ്യം യുദ്ധത്തിന് ശേഷം 3 പിരിയുന്നതാണ്. അവശേഷിക്കുന്നത് ടെമുച്ചിൻ്റെ ആ ഒരു ചെറിയ സൈന്യം മാത്രമാണ്. ആ ചെറിയൊരു സൈന്യത്തെ ഉപയോഗിച്ചിട്ട് തനിക്ക് വലിയ ഗ്രാമങ്ങളൊന്നും കീഴടക്കാനോ അല്ലെങ്കിൽ സുഖകരമായിട്ട് ജീവിക്കാനോ സാധിക്കുന്നതല്ല. ടാർഗറ്റായി ഇപ്പോഴും ജീവനോടെയുണ്ട്. ടാർഗറ്റായി ഇവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു സൈന്യം തന്നെ തൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ളൊരു തന്ത്രമാണ് ഇവിടെ പ്രയോഗിച്ചത്. ആ തന്ത്രം ജാമുക്ക് മനസ്സിലാക്കുന്നത് അടുത്ത ദിവസം രാവിലെ ആയിരുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ജാമുക്ക് അറിയുന്നുണ്ട് ടെമുച്ചിനും ഭാര്യയും അവരുടെ സൈന്യവും ഒക്കെ അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. യാത്ര പോലും ചോദിക്കാതെയാണ് അവർ പോയിരിക്കുന്നത്. അതിൽ ജാമുക്കിന് വലിയ വിഷമമുണ്ട്. കാരണം ടെമുച്ചിന് വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്തത്. ഒരു നന്ദി പോലും പറയാതെ ടെമുച്ചിൻ ഇവിടെ നിന്നും പോയിരിക്കുന്നു. പക്ഷേ പിന്നീടാണ് അതിൽ വലിയൊരു ചതി കൂടി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ജാമുക്കിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തൻ്റെ വളരെയധികം പ്രിയപ്പെട്ട തൻ്റെ ഏറ്റവും ശക്തരായിട്ടുള്ള ജനറൽമാരെ കാണുന്നില്ല. ആ ജനറൽമാരെയും അവരുടെ കുടുംബത്തെയും അവരുടെ കുതിരകളെയും ഒന്നും തന്നെ കാണുന്നില്ല. കാര്യം എന്തെന്ന് മനസ്സിലാകാതിരുന്ന ജാമുകിനോട് ജാമുകിൻ്റെ സഹോദരനാണ് വന്നു പറയുന്നത് അവരെ തട്ടിയെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയിരിക്കുന്നു ടെമുച്ചിൻ. ടെമുച്ചിനെ അന്വേഷിച്ച് അവർ വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. ജാമുകിൻ്റെ സഹോദരനുമാണ് യാത്ര ചെയ്യുന്നത്. അവർ ഒടുവിൽ യാത്ര ചെയ്ത് ആ ഒരു കാരവാൻ്റെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത്? ഞങ്ങളുടെ സൈന്യത്തിൻ്റെ ഭാഗമല്ലായിരുന്നോ നിങ്ങൾ? അപ്പോൾ ആ ജനറൽമാരുടെ മറുപടി ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ഞങ്ങളെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ട പലതും നിങ്ങൾ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ടെമുച്ചിൻ അങ്ങനെയല്ല. ടെമുച്ചിന് ഞങ്ങളാണ് പ്രാധാന്യം. ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അയാളുടെ കുടുംബം പോലും. അതുകൊണ്ട് ഞങ്ങൾ ഇനി ടെമുച്ചിൻ്റെ അടിമകളാണ്, അല്ലെങ്കിൽ ടെമുച്ചിൻ്റെ അനുയായികളാണ്. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. ജാമുക്കിന് വലിയ വിഷമമാണ് തോന്നിയത്. കാരണം അയാൾ വലിയ രീതിയിലുള്ളൊരു സഹായമാണ് ടെമുച്ചിന് കൊടുത്തത്. ടെമുച്ചിനെ സ്വന്തം സഹോദരനെ പോലെ തന്നെ കണ്ടതാണ്. പക്ഷേ ടെമുച്ചിൻ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നു. അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയപ്പോൾ ജാമുകിൻ്റെ വളരെ പ്രിയപ്പെട്ട സൈന്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്തെ കൂടി, ശക്തമായിട്ടുള്ളൊരു ഭാഗത്തെ കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. ജാമുക്കിനൊന്നും തന്നെ പറയാൻ സാധിക്കുമായിരുന്നില്ല. ജാമുക്കിൻ്റെ സഹോദരൻ തൻ്റെ വാളൂരി അവരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ജാമുക്ക് അത് തടയുകയാണ്. അവർ പൊക്കോട്ടെ, അവർ പോയി സുഖകരമായിട്ട് ജീവിക്കട്ടെ, നമുക്ക് തിരികെ നമ്മുടെ ഗ്രാമത്തിലേക്ക് പോകാം. അവരങ്ങനെ വിഷമത്തോടു കൂടി തന്നെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി. പക്ഷേ ജാമുകിൻ്റെ സഹോദരന് ഇതങ്ങനെ വെറുതെ വിടാൻ സാധിക്കുമായിരുന്നില്ല. അവർ തട്ടിക്കൊണ്ടുപോയ ആ കുതിരകളെയെങ്കിലും തട്ടിയെടുക്കണം. ആ കുതിരകളൊന്നും അവരുടേതല്ല, അതെല്ലാം ജാമുകിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ജാമുകിൻ്റെ സഹോദരൻ ഇവരുടെ പിന്നാലെ പിന്നീട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നാലെ പോയി ഇവരുടെ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നുമുണ്ട്. ആ ഗ്രാമത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ അവിടെ വെച്ച് അവരുടെ കുതിരയെ കരസ്ഥമാക്കിക്കൊണ്ട് ജാമുകിൻ്റെ സഹോദരനും സംഘവും പുറപ്പെടുകയാണ്. പക്ഷേ ഇത് ടെമുച്ചിൻ്റെ സൈന്യം കാണുന്നുണ്ട്. ടെമുച്ചിൻ്റെ സൈന്യം രാത്രിയുടെ മറവിൽ ആ ആക്രമണം നടത്തിയിട്ടുള്ള വ്യക്തികളെ അപ്പോൾ തന്നെ വകവരുത്തുന്നുണ്ട്. പക്ഷേ അടുത്ത ദിവസം നേരം വെളുത്തപ്പോഴാണ് അവർക്ക് ആ സത്യം മനസ്സിലാക്കാൻ സാധിച്ചത്. മരണമടഞ്ഞവരുടെ കൂട്ടത്തിൽ ജാമുകിൻ്റെ സഹോദരനുമുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു വലിയ യുദ്ധം നടക്കാൻ പോകുന്നതാണ്. തങ്ങളുടെ സൈന്യത്തെക്കാൾ ശക്തമാണ് ജാമുകിൻ്റെ സൈന്യം. അതിനേക്കാളൊക്കെ ശക്തമാണ് ടോഗൽ ഖാൻ്റെ സൈന്യം. ആ ടോഗൽ ഖാൻ്റെ സൈന്യവും ജാമുകിൻ്റെ സൈന്യവും ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നതല്ല. അതുകൂടാതെ തങ്ങൾക്ക് ഒരു പൊതുശത്രുവുണ്ട്, ടാർഗറ്റായുടെ ഗോത്രവും അതിശക്തം തന്നെയാണ്. അവരെല്ലാവരും ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കാൻ ആർക്കും തന്നെ സാധിക്കുന്നതല്ല. ഇത് വ്യക്തമായിരുന്നു. ആക്രമണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമം ഉപേക്ഷിച്ച് പോകാനായിട്ട് ടെമുച്ചിൻ തീരുമാനിക്കുകയാണ്. ടെമുച്ചിനും അവരുടെ കുടുംബവും സൈന്യവും എല്ലാം അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. പക്ഷേ
അവരുടെ പിന്നാലെ തന്നെ ഒരു വലിയ സൈന്യ വ്യൂഹമുണ്ടായിരുന്നു. ആ സൈന്യവ്യൂഹത്തിൽ ജാമുകും ടാർഗറ്റായും ഉണ്ടായിരുന്നു. അതിൻ്റെ തലേദിവസം ടാർഗറ്റായി ജാമുക്കിനെ വന്ന് കാണുന്നുണ്ട്. ജാമുക്കിൻ്റെ സഹോദരനെ കൊന്ന കാര്യം ടാർഗറ്റായി മനസ്സിലാക്കി. അതൊരു സുവർണ അവസരമാണെന്ന് ടാർഗറ്റായിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജാമുക്കിനോട് പറഞ്ഞു, ടെമുച്ചിൻ്റെ സൈന്യത്തെയും കുടുംബത്തെയും അവരുടെ സ്വത്തുക്കളും ഒക്കെ തന്നെയും ജാമുക്ക് എടുത്തോളൂ, പക്ഷേ എനിക്ക് ടെമുച്ചിനെ മാത്രം മതി. ടെമുച്ചിനെയാണ് എനിക്ക് വകവരുത്തേണ്ടത്. ജാമുക്ക് ഇത് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു വലിയ സഖ്യമായിട്ട് അവർ ഇവരുടെ പിന്നാലെ പോകുന്നത്. അത് ടെമുച്ചിൻ്റെ സൈന്യത്തിൻ്റെ 10 ഇരട്ടിയോളം വരുന്നതാണ്. ഒന്നും മനസ്സിലാക്കാതെ ടെമുച്ചിൻ്റെ സൈന്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബവുമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ വളരെ മന്ദഗതിയിലാണ് ഇവരുടെ യാത്ര. പക്ഷേ ആ കൂട്ടത്തിലുള്ള ചില സൈനികരൊക്കെ തൻ്റെ പിന്നാലെ വരുന്ന ഒരു വലിയ സൈന്യവ്യൂഹത്തെ മനസ്സിലാക്കുന്നുണ്ട്. അത് ഇവർ ടെമുച്ചിനോട് പറയുന്നുമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ളൊരു ആക്രമണം സംഭവിക്കുമ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് ഇവർ ഓടിപ്പോകുന്നതാണ് മംഗോൾസിൻ്റെ സാധാരണഗതിയിലുള്ള ശീലം. കാരണം ഈ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ആർക്കും എപ്പോൾ വേണമെങ്കിലും സ്വന്തമാക്കാം. കയ്യൂക്കുള്ളവൻ്റെ കയ്യിലിരിക്കും സ്ത്രീകളും കുട്ടികളുമൊക്കെ. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തി കുടുംബത്തിനെ കുരുതി കൊടുക്കുക, പിന്നീട് വലിയൊരു സൈന്യമായിട്ട് വന്ന് ഇവരെ വീണ്ടെടുക്കുക, ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതമൊന്നും അവിടെ ഒരിക്കലും സുരക്ഷിതമായിരുന്നില്ല. ആണുങ്ങൾക്കൊക്കെ എപ്പോഴും അവരുടെ സ്വന്തം ജീവനാണ് മുഖ്യം. സ്ത്രീകൾക്കൊന്നും അതിൽ പരിഭവമില്ല. അവർ പറയുന്നത് അത് അവരുടെ ജീവിത ഉദ്ദേശമാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അല്ലെങ്കിൽ പിതാവിനെ അല്ലെങ്കിൽ സഹോദരനെ സംരക്ഷിക്കുക, അതിന് സ്വയം ബലിയാടാവുക. കാരണം ഈ സ്ത്രീകളെയൊന്നും അങ്ങനെ കൊല്ലാറില്ല, അവരെ സ്വന്തം ഭാര്യമാരാക്കി മാറ്റുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നില്ല. ടെമുച്ചിന് അത്തരത്തിലുള്ള ശ്രമങ്ങളോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാൾക്ക് കുടുംബം, സ്ത്രീകൾ, കുട്ടികൾ അതൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാമെന്നാണ് ടെമുച്ചിൻ തീരുമാനിച്ചത്. അവർ പതിയെ ഒരു മലയുടെ പിന്നിലേക്ക് പോയി. ആ മലയുടെ പിന്നിൽ പോയി ഒളിക്കുക എന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇങ്ങനെ മലയുടെ പിന്നിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ടാർഗറ്റായി ജാമുക്കിനോട് പറയുന്നുണ്ട്, അവർ ഓടി രക്ഷപ്പെടുകയാണ്, നമ്മളവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം, അല്ലെങ്കിൽ പിന്നീട് അവരെ കണ്ടുകിട്ടുക വളരെയധികം പ്രയാസമാണ്. അപ്പോൾ ജാമുക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് എൻ്റെ ബ്ലഡ് ബ്രദറിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയുകയില്ല. അവൻ അങ്ങനെ രക്ഷപ്പെടുന്ന ഒരാളൊന്നുമല്ല. അവൻ മറ്റെന്തോ ഒരു തന്ത്രം അവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇതേ രീതിയിൽ ജാമുക്ക് ചിന്തിച്ചതുപോലെ തന്നെ ഒരു തന്ത്രം അവിടെ മെനഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ അവർ വലിയ ഒരു ഒളിവിടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരല്പം ഉയർന്ന കുന്നാണ്. ആ കുന്നിൻ്റെ വശങ്ങളിലായിട്ട് ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മറകൾ അവർ സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു സൈന്യത്തെ രണ്ടായിട്ട് ടെമുച്ചിൻ തിരിക്കുന്നു. ഒരു ചെറിയ സൈന്യവും ഒരു വലിയ സൈന്യവും. അവിടെ ഉണ്ടായിരുന്ന ആ സൈന്യത്തിലെ ആളുകളുടെ ഭാര്യമാർ, അവിടുത്തെ വേലക്കാരുടെ ഭാര്യമാർ, അതുപോലെ ദാസികൾ, അവരുടെ കുഞ്ഞുങ്ങൾ, ടെമുച്ചിൻ്റെ ഭാര്യയൊക്കെയാണ് ഈ കുടുംബം. അപ്പോൾ ഈ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ടാണ് ഒരു ചെറിയ വിഭാഗം സൈന്യത്തെ ഏർപ്പാടാക്കുന്നത്. അവരവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അവർ യാത്ര തുടർന്ന് ഏതെങ്കിലും ഉൾഗ്രാമങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ ഉൾസ്ഥലങ്ങളിലേക്ക് പോയി അവിടെ ഒരു ഗ്രാമം ഉണ്ടാക്കി അവിടെ വസിക്കുക. അവശേഷിക്കുന്ന ആ ഒരു വലിയ സൈന്യം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ജാമുകിൻ്റെയും ടാർഗറ്റായുടെയും സൈന്യത്തെ ചെറുത്ത് നിൽക്കുന്നതാണ്. അവർക്ക് വിജയിക്കാൻ സാധ്യമാകുന്ന ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാൽ പോലും 10 ഇരട്ടിയോളം വരുന്ന ആ സൈന്യത്തെ വകവരുത്തുക പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. സ്വയം ബലിയാടായാൽ പോലും കുടുംബത്തെ രക്ഷിക്കുക എന്ന് അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ തന്നെ ഉറക്കെ പറഞ്ഞു. അതിനെ തുടർന്ന് ആ ചെറിയ സഖ്യം അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ഇവർ ആ ഒരു വലിയ മറ അവിടെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. പതിയെ ആ ഒളിഞ്ഞു കിടക്കുന്ന ആ മലയുടെ പിൻഭാഗത്തേക്ക് ടാർഗറ്റായും ജാമുക്കും സൈന്യവും എത്തിച്ചേരുന്നുണ്ട്. പിന്നീട് നടന്നത് ഒരു വലിയ യുദ്ധം തന്നെയാണ്. നല്ല രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് കാഴ്ചവെക്കാൻ ടെമുച്ചിൻ്റെ സഖ്യത്തിന് സാധ്യമാകുന്നുണ്ട്. പക്ഷേ അതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. ആ പരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. അവശേഷിച്ചത് ടെമുച്ചിനും വിരലിലെണ്ണാവുന്ന ചില ജനറൽമാരും സൈന്യവും മാത്രമായിരുന്നു. അവരെ അടിമകളായിട്ട് എടുക്കുകയാണ് ജാമുക്ക്. ടാർഗറ്റായിക്ക് വേണ്ടത് ഈ ടെമുച്ചിനെ ആയിരുന്നു. പക്ഷേ ടെമുച്ചിനെ കൊടുക്കാൻ ജാമുക്കിന് മനസ്സ് വന്നില്ല. ഇവരെ ആരെയും തന്നെ ടാർഗറ്റായിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ടാർഗറ്റായി എതിർപ്പ് പ്രകടിപ്പിച്ചാൽ പോലും ജാമുകിൻ്റെ സൈന്യത്തിൻ്റെ ശക്തിയുടെ മുൻപിൽ ടാർഗറ്റായിക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ പിടിച്ചെടുത്ത എല്ലാവരെയും അടിമകളാക്കി മാറ്റുകയാണ്, ടെമുച്ചിനെ ഉൾപ്പെടെ. അവരെല്ലാവരും ഇപ്പോൾ ജാമുകിൻ്റെ അടിമകളാണ്. പക്ഷേ അടിമകളായിട്ട് കൊണ്ടു നടക്കാനൊന്നും ജാമുക്ക് ഉദ്ദേശിക്കുന്നില്ല.
അവരെ എല്ലാവരെയും അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങ് വിദൂരതയിലുള്ള ടൗണുകളിൽ കൊണ്ടുപോയി സാധനങ്ങൾ വിൽക്കുന്ന ഒരു സഖ്യത്തിന് ഇവരെ വിൽക്കുകയാണ്. അവരെ വിൽക്കുന്നത് അടിമകളായിട്ടാണ്. അവരുടെ എല്ലാം കൈകൾ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു വലിയ കയറിൽ കെട്ടിക്കൊണ്ട് ഇവരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന വേളയിൽ കുറച്ചു പേരൊക്കെ മരണമടയുന്നുണ്ട്. പക്ഷേ ടെമുച്ചിൻ മരണമടയുന്നില്ല. ടെമുച്ചിനോടൊപ്പം തന്നെ മറ്റ് ചില സൈനികരും അവശേഷിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും അതിർത്തിയിലുള്ള ആ ഒരു ടൗണിലെത്തിക്കുകയും വ്യാപാരത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ടെമുച്ചിൻ ഒരു ഖാൻ ആയതുകൊണ്ട് തന്നെ, കൂടുതൽ ശക്തനായതുകൊണ്ട് തന്നെ മറ്റുള്ള അടിമകളെക്കാൾ 5 ഇരട്ടി വിലയാണ് ടെമുച്ചിനുള്ളത്. അത്രയധികം വിലയുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു രാജ്യത്തെ രാജാവ് തന്നെയാണ് ടെമുച്ചിനെ വാങ്ങിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ പേര് ടാൻഗുട്ട് എന്നാണ്. ടാൻഗുട്ട് മംഗോൾസിനെ പോലെയല്ല. മംഗോൾസ് ബാർബേറിയൻസ് ആണ്. അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വ്യക്തികളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രാജ്യമൊന്നുമില്ല. ചെറിയ ചില ഗോത്ര ഗ്രാമങ്ങൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ ടാൻഗുട്ട് അങ്ങനെയുള്ളവരല്ല. അവർ വേട്ടയാടി ജീവിക്കുന്നവരല്ല. അങ്ങനെയുള്ള ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കൂടെ വികസിച്ച് അവരൊരു കൊട്ടാരം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൊട്ടാരത്തോട് ചേർന്ന് നല്ല രീതിയിലുള്ള വീടുകളൊക്കെ ഉണ്ട്. ആ വീടുകളിലൊക്കെ തന്നെയും വെള്ളം എത്തിക്കുന്നുണ്ട്. അതുപോലെ ആവശ്യമായിട്ടുള്ള ധാന്യങ്ങൾ അവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നുമുണ്ട്. ശരിക്കും മികച്ച രീതിയിൽ വളർന്നിട്ടുള്ള ഒരു സിവിലൈസേഷൻ തന്നെയാണ് ടാൻഗുട്ട്. ആ ടാൻഗുട്ടിലെ രാജാവാണ് ഇപ്പോൾ ടെമുച്ചിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. ടെമുച്ചിനെ ഒരു കാഴ്ച ബംഗ്ലാവിലെ ഒരു കാഴ്ച വസ്തുവാക്കിയാണ് മാറ്റുന്നത്. നമ്മൾ സൂയിലൊക്കെ പോയി പല ജീവികളെയും കാണാറുണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെയും പല ജീവികളെ കാണാൻ സാധിക്കുകയില്ല. ഇവിടെ കാണാൻ സാധിക്കുന്നത് പലയിടത്തു നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ഗോത്രവർഗത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യരെ തന്നെയാണ്. ആ മനുഷ്യരെ അവിടെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ പലർക്കും വന്ന് ഇവരെ കാണാൻ സാധിക്കും, അവരെ കളിയാക്കാൻ സാധിക്കും, അവരുടെ നേരെ കല്ലെടുത്തെറിയാൻ സാധിക്കും. അങ്ങനെ ഒരു വിനോദോപാധിയായിട്ട് ഇതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. കൂട്ടത്തിൽ ഏറ്റവും ശക്തനായതുകൊണ്ട് തന്നെ ടെമുച്ചിനെ ശക്തമായിട്ടുള്ള ഒരു ജയിലിൽ തന്നെയാണ് പാർപ്പിക്കുന്നത്. വെളിയിൽ നിന്നാൽ ആർക്ക് വേണമെങ്കിലും ഇവനെ കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഒരു വെളിപ്രദേശത്തോട് ചേർന്നിട്ടാണ് ഇവൻ്റെ ജയിലിൻ്റെ കവാടമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വന്ന് ആവശ്യമനുസരിച്ച് ഇവനെ കാണാനും കളിയാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇവനെ നിരീക്ഷിക്കാനായിട്ട് പ്രത്യേകമായിട്ട് 2 സൈനികരെ അവിടെ നിയമിച്ചിട്ടുമുണ്ട്. അവരെല്ലായ്പ്പോഴും മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ടെമുച്ചിന് ജീവൻ നിലനിർത്താൻ മാത്രം ആവശ്യമായിട്ടുള്ള ലഘുഭക്ഷണങ്ങൾ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ രാജകൊട്ടാരത്തോട് ചേർന്ന് തന്നെ ഒരു വലിയ മൊണാസ്ട്രി ഉണ്ടായിരുന്നു. ആ മൊണാസ്ട്രിയിൽ ഒരുപാട് സന്യാസിമാരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ വളരെയധികം പ്രായമുള്ള സന്യാസിക്ക് ഒരു വലിയ ഭയമുണ്ടായി. ആ സന്യാസിയുടെ വിശ്വാസം അനുസരിച്ച് ഈ ടെമുച്ചിൻ നാളെ ഈ പ്രദേശമൊക്കെ ഭരിക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ള രാജാവായി മാറും. അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് അയാളിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്യാസി ടെമുച്ചിനെ നേരിൽ പോയി കാണുകയും ഞങ്ങൾ ഈ ഒരു കൊട്ടാരം ആക്രമിക്കുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തുള്ള ഈ ചെറിയ മൊണാസ്ട്രി മാത്രം നിങ്ങൾ വെറുതെ വിടുക, ആ മൊണാസ്ട്രിയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന വളരെയധികം പവിത്രമായിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഞങ്ങൾക്ക് എക്കാലത്തേക്കുമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ ഒരു കാരണവശാലും നശിപ്പിക്കരുത്. സന്യാസി ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അയാൾ വിചാരിക്കുന്നത് എന്തോ ദിവ്യശക്തിയുള്ള ഒരു വ്യക്തിയാണ് ഇത്, ആ വ്യക്തി ശപിക്കും, ആ ശാപത്തിലൂടെ ഈ നാട് മുഴുവൻ നശിച്ചു പോകുമെന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ മൊണാസ്ട്രി ഞാൻ സംരക്ഷിക്കാം, അപ്പോൾ അതിന് പ്രത്യുപകാരമായിട്ട് നിങ്ങളൊരു സഹായം എനിക്ക് ചെയ്തു തരണം. അങ്ങ് ഉത്തരഭാഗത്തായിട്ട് കുറേയധികം മംഗോളുകൾ താമസിക്കുന്ന ഒരു ഗോത്രമുണ്ട്. ടെമുച്ചിൻ ഗോത്രം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ വരെ ഒന്ന് പോകണം. അവിടെ വരെ പോയിട്ട് അവിടെ ബോർട്ടെ എന്ന പേരിൽ അറിയപ്പെടുന്ന അവിടുത്തെ ഖാൻ്റെ ഭാര്യയുണ്ട്. ആ ഭാര്യയോട് ഞാനിവിടെ ഉള്ള കാര്യം പറയണം, എൻ്റെ പേര് ടെമുച്ചിൻ എന്നാണ്. സന്യാസി ആ കാര്യം ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചു. കാരണം അങ്ങനെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ മൊണാസ്ട്രിയും ആ മൊണാസ്ട്രിയിലുള്ള പുസ്തകങ്ങളും സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു ധാരണ അയാൾക്കുണ്ടായിരുന്നു. അയാൾ അങ്ങനെ ഒരു വലിയ യാത്രയിലൂടെ കടന്നു പോവുകയാണ്. ഒരു നീണ്ട യാത്രയാണ്. ഒരുപാട് മരുഭൂമികളൊക്കെ താണ്ടി വേണം ആ പ്രദേശത്ത് എത്തിച്ചേരാൻ. വളരെയധികം പ്രായമുള്ള ഒരു സന്യാസി തന്നെയാണ്. അയാളങ്ങനെ യാത്ര ചെയ്ത് പല ഗോത്രവർഗ്ഗക്കാരെയും കാണുന്നുണ്ട്. അവരോടൊക്കെ അവർ ഏത് ഗോത്രത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരൊന്നും ഈ പറഞ്ഞ ടെമുച്ചിൻ ഗോത്രത്തിൽപ്പെട്ട ഗ്രാമങ്ങളായിരുന്നില്ല. അങ്ങനെ ചോദിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ടെമുച്ചിൻ്റെ ഗോത്രത്തിൽ തന്നെ എത്തിപ്പെടാൻ സാധ്യമായി. അവിടെ വെച്ച് അയാൾ ബോർട്ടയെ കാണുന്നുണ്ട്. ബോർട്ടയോട് ടെമുച്ചിൻ്റെ കാര്യം പറയുന്നുമുണ്ട്. പക്ഷേ
ആ സന്യാസിക്ക് അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയധികം യാത്ര ചെയ്തതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ വെച്ച് തന്നെ അയാൾ മരണമടയുകയാണ്. പിന്നീട് ബോർട്ടയുടെ ലക്ഷ്യം അവിടെ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു. ആ ഗോത്രത്തിൽ ഇപ്പോൾ അവൾക്ക് മറ്റൊരു ഭർത്താവുണ്ട്. ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് ടെമുച്ചിൻ്റെ അടുത്തേക്ക് പോവുക, ടെമുച്ചിനെ എന്തു വില കൊടുത്തും രക്ഷപ്പെടുത്തുക. അപ്പോൾ അതിനുവേണ്ടി അവൾ കണ്ടെത്തുന്നത് ഒരു ക്യാരവാനുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിലും അതുപോലെ പട്ടണങ്ങളിലുമൊക്കെ പോയി വ്യാപാരം ചെയ്യുന്ന ഒരു വലിയ ക്യാരവാനാണ്. ആ ക്യാരവാനിലെ തലവനെ ഇവൾ പോയി കാണുകയാണ്. ബോർട്ട തൻ്റെ കാര്യം അറിയിക്കുന്നു. തൻ്റെ ഭർത്താവ് അവിടെയാണ്, തന്നെ അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എത്തിച്ചതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണുള്ളതെന്ന് അയാൾ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ബോർട്ട പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമെല്ലാം എന്നെക്കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ആകെ ആഗ്രഹിക്കുന്നത് എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒന്ന് കാണണം, ഭർത്താവിൻ്റെ അടുത്തേക്ക് മരിക്കുന്നതിന് മുൻപ് എത്തിച്ചേരണം. അങ്ങനെ ആ ക്യാരവാൻ്റെ ഒപ്പം ദൈർഘ്യമേറിയ ഒരു യാത്രയിൽ ഏർപ്പെടുകയാണ് ബോർട്ടെ. ബോർട്ടെ മാത്രമല്ല, ബോർട്ടയോടൊപ്പം 2 കുഞ്ഞുങ്ങൾ കൂടിയുണ്ട്. ആദ്യമുണ്ടായിരുന്നത് മെർക്കിഡ്സിൽ നിന്നുണ്ടായിട്ടുള്ള കുഞ്ഞാണ്. രണ്ടാമതുണ്ടായിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ടെമുച്ചിൻ്റെ കുഞ്ഞല്ല, അത് മറ്റൊരാളുടെ, അവളുടെ ഇപ്പോഴത്തെ ഭർത്താവിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞാണ്. ഭർത്താവ് എന്ന് പറയുമ്പോൾ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചൊരു വ്യക്തിയല്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാണ്. കയ്യൂക്കുള്ളവന് ആരെയും ഭാര്യയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു പെൺകുഞ്ഞു കൂടിയാണ് അവളുടെ ഒപ്പമുള്ളത്. അങ്ങനെ അവർ 3 പേരും ഈ യാത്രാ സംഘത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ ആ ഒരു വലിയ രാജ്യത്തേക്ക് എത്തിച്ചേരുകയാണ്. അവിടെ അവൾക്ക് പലരെയും വശീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ആ 2 സൈനികരെയാണ്. ടെമുച്ചിൻ്റെ അധികാരമുള്ള, ടെമുച്ചിനെ അവിടെ സംരക്ഷിച്ച് നിർത്തുന്ന 2 സൈനികർ. ആ സൈനികർക്ക് ആവശ്യമായിട്ടുള്ള നാണയങ്ങളൊക്കെ അവൾ കൊടുത്തു. അതനുസരിച്ച് ആ ടെമുച്ചിനെ അവിടെ സൂക്ഷിച്ചിരുന്ന അറയുടെ താക്കോൽ ഇവൾക്ക് നേടിയെടുക്കാൻ സാധ്യമായി. താക്കോൽ ഉപയോഗിച്ച് അവൾ ടെമുച്ചിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുകയാണ്. അവർ വീണ്ടും യാത്രകൾ ചെയ്ത് തിരികെ അവരുടെ ഗോത്ര ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ആ ഗ്രാമത്തിലേക്ക് വീണ്ടും എത്തിച്ചേർന്നപ്പോഴേക്കും ഏകദേശം 1 വർഷം പിന്നിട്ടിട്ടുണ്ടായിരുന്നു. ടെമുച്ചിൻ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ടെമുച്ചിന് ഇപ്പോൾ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളെയും അയാൾ സ്വന്തം കുട്ടികളായിട്ട് തന്നെ ഏറ്റെടുത്തു. കാരണം ബോർട്ടയുടെ കുട്ടിയാണ്, തൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയ ബോർട്ടെ, തനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ബോർട്ടെ. ബോർട്ടയ്ക്കുണ്ടായ കുഞ്ഞുങ്ങളെല്ലാം തൻ്റെയും കുഞ്ഞുങ്ങളാണെന്ന് കരുതി അവരെയും അയാൾ സ്വീകരിക്കുകയാണ്. പിന്നീട് അവരുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം അയാളായിരുന്നു അവിടുത്തെ ഖാൻ. അതിനുശേഷം ഒരുപാട് സൈന്യങ്ങളെ അയാൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. കൊച്ചുകുട്ടികളെപ്പോലും അയാളുടെ സൈന്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. അവർക്ക് നേരിട്ട് കുതിരപ്പുറത്തേറി യുദ്ധത്തിൽ ഏർപ്പെടാനൊന്നും സാധിക്കുകയില്ല. പക്ഷേ അവർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അവർക്ക് അമ്പെയ്യാൻ സാധിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുകയായി. അങ്ങനെ പതിയെ പതിയെ ആ സൈന്യത്തിൻ്റെ എണ്ണം അയാൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ വന്നു. അടുത്തുള്ള ചെറിയ ചെറിയ ഗോത്ര ഗ്രാമങ്ങളുമായിട്ട് അവർ ഒന്നിക്കുകയാണ്. കുറച്ചുകൂടെ വലിപ്പമുള്ള, കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ഒരു ഗോത്ര ഗ്രാമമായി അവർ മാറി. തനിക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുന്ന അത്രയും ശക്തമായിട്ടുള്ള ഒരു സൈന്യവ്യൂഹം തൻ്റെ ഒപ്പമായി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ടെമുച്ചിൻ ആ സൈന്യവ്യൂഹവുമായിട്ട് ജാമുഗിനെയും ടാർഗറ്റായിയെയും ആക്രമിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. 1204 അവർ ആ യാത്ര ആരംഭിക്കുകയാണ് ജാമുഗിൻ്റെ ഗോത്ര ഗ്രാമത്തിലേക്ക്. അവിടെ തന്നെയാണ് ഇപ്പോൾ ടാർഗറ്റായിയും ഉള്ളത്. അവരിപ്പോൾ ശക്തരായിട്ടുള്ള ഒരു ഗോത്രഗ്രാമമായി മാറിയിട്ടുണ്ട്. അന്ന് മംഗോളിലുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഗോത്രഗ്രാമം അത് ജാമുഗിൻ്റെ ഗോത്രഗ്രാമമാണ്. 1204 ഒരു രാത്രിയിൽ അവർ ഒരു താഴ്വാരത്തിൽ താമസിക്കുകയാണ്. അവിടെ വിശ്രമിച്ചതിന് ശേഷം രാവിലെ യാത്ര ആരംഭിക്കാമെന്നാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോഴാണ് ചാരന്മാരിൽ നിന്നും ടെമുച്ചിന് ഒരു വാർത്ത ലഭിക്കുന്നത്. ജാമുഗിൻ്റെ സഖ്യം ഇവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെയോ അറിഞ്ഞു തങ്ങളെ ആക്രമിക്കാനായിട്ട് ടെമുച്ചിൻ്റെ സഖ്യം പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നമ്മുടെ അരികിലേക്ക് എത്തിച്ചേർന്ന് നമ്മളെ ഇല്ലാതാക്കാനാണ് അവരുടെ പദ്ധതി. പക്ഷേ അവർ എണ്ണത്തിൽ വളരെയധികം കൂടുതലാണ്. തങ്ങളുടെ 10 ഇരട്ടിയെങ്കിലും എണ്ണം അവർക്കുണ്ട്. ഇവരിപ്പോൾ നിൽക്കുന്നത് ഒരു താഴ്വാരത്താണ്. അതായത് ഇവരിവിടെ ദീപം തെളിയിക്കുകയാണെങ്കിൽ അങ്ങ് വിദൂരതയിൽ മലയുടെ മുകളിലായിട്ട് നിൽക്കുന്ന ജാമുക്കിനും സഖ്യത്തിനും ഇവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. വ്യക്തികളെ കാണാൻ സാധിക്കുകയില്ലെങ്കിൽ പോലും ആ തീഗോളത്തിൻ്റെ വലിപ്പമനുസരിച്ച് എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കാം. അതിനനുസരിച്ച് യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇവിടെയാണ് ടെമുച്ചിൻ വീണ്ടും ഒരു ബുദ്ധി പ്രയോഗിക്കുന്നത്.
ഓരോ സൈനികരോടായിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒന്നിനു പകരം 5 പന്തങ്ങൾ ഉയർത്തുക. സാധാരണഗതിയിൽ ഒരു സൈന്യം ഉയർത്തുന്നത് അല്ലെങ്കിൽ ഒരു സൈനികൻ ഉയർത്തുന്നത് ഒരൊറ്റ പന്തം മാത്രമാണ്. ഇവിടെ ഒന്നിനു പകരം 5 എണ്ണം ഉയർത്തുക, 5 എണ്ണം 5 സ്ഥലങ്ങളിലായിട്ട് സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ 5 ഇരട്ടി വലിപ്പമുള്ള ഒരു സൈന്യമായിട്ടായിരിക്കും ശത്രുക്കൾക്ക് തോന്നുക. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു തീയുടെ വലിയ കൂമ്പാരം തന്നെയാണ് ജാമുക്കിനും ടാർഗറ്റായിക്കും കാണാൻ സാധിച്ചത്. അവർ എണ്ണത്തിൽ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് അവർ വ്യത്യസ്തമായിട്ടുള്ള പല യുദ്ധ സ്ട്രാറ്റജികളും ആവിഷ്കരിക്കാൻ തുടങ്ങി. പക്ഷേ മറുഭാഗത്തുള്ള ടെമുക്ഷന് അവരെത്രമാത്രം ഉണ്ടെന്നറിയാം. അതുകൊണ്ട് ആ എണ്ണത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി നിർമ്മിക്കാനാണ് ടെമുക്ഷന് സാധ്യമായത്. ഒടുവിൽ യുദ്ധത്തിൻ്റെ നാൾ വന്നെത്തി. അവരെല്ലാം പരസ്പരം കുറേ കൂടി അടുത്തപ്പോൾ യുദ്ധത്തിനുള്ള ആഹ്വാനം മുഴങ്ങിക്കേട്ടു. പല പല ഘട്ടങ്ങളായിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് പോയി യുദ്ധം ചെയ്യുകയല്ല. ആദ്യം യുദ്ധത്തിൽ ഏർപ്പെടുന്നത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒരു വിഭാഗം സൈനികരായിരിക്കും. പ്രധാനമായിട്ടും ആദ്യം പോകുന്നത് കുതിര തന്നെയാണ്. ആ കുതിര സഖ്യം ആദ്യം യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. എണ്ണത്തിൽ കൂടുതൽ ജാമുഖിൻ്റെ കുതിരകൾ തന്നെയാണ്. ഇപ്പുറത്ത് കുതിരകളുടെ എണ്ണത്തിൽ വളരെ കുറവുമുണ്ട്. അങ്ങനെ യുദ്ധം ഒന്ന് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് ടെമുച്ചിൻ്റെ സഖ്യം പിന്മാറുന്നുണ്ട്. അവർ കുതിരകൾ ഓടിച്ച് പുറകോട്ട് പോകുന്നു. തങ്ങളെ കണ്ട് തങ്ങളുടെ ശക്തി മനസ്സിലാക്കി ഭയന്ന് പോവുകയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ജാമുഖിൻ്റെ സഖ്യം അവരുടെ പിന്നാലെ പോവുകയാണ്. പക്ഷേ അത് ടെമുച്ചിൻ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ചക്രവ്യൂഹമാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. കുറേയധികം പിന്നിലേക്ക് പോയപ്പോഴേക്കും 2 വശങ്ങളിലായിട്ട് കൊച്ചു കുട്ടികൾ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കയ്യിലെല്ലാം അമ്പും വില്ലും ഉണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ അമ്പെയ്ത് വീഴ്ത്താൻ പറ്റുന്ന ദൂരത്തിൽ മാത്രമാണ് ജാമുക്കിൻ്റെ സൈന്യമുള്ളത്. അവർ അമ്പുകൾ എയ്തു. ആ കുതിരപ്പുറത്തുണ്ടായിരുന്ന സൈനികരെല്ലാം ആ അമ്പുകളേറ്റ് നിലം പതിക്കുകയും ചെയ്തു. ജാമുകിന് ആദ്യഘട്ടത്തിൽ തന്നെ കടുത്ത ഒരു തോൽവിയാണ് രുചിക്കാൻ സാധിച്ചത്. അത് അയാൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം തങ്ങൾ അത്രയധികം ശക്തരാണെന്ന് അയാൾക്ക് വ്യക്തമായിരുന്നു. പിന്നീടും യുദ്ധം അരങ്ങേറിക്കൊണ്ടേയിരുന്നു. കുറേയധികം മണിക്കൂറുകൾ നീണ്ടു നിന്ന യുദ്ധം. ആ യുദ്ധത്തിൽ പല തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ജാമുകിൻ്റെയും ടാർഗറ്റായിയുടെയും സൈന്യത്തെ കീഴ്പ്പെടുത്താൻ ടെമുച്ചിന് സാധ്യമാകുന്നുണ്ട്. ടാർഗറ്റായിയെ കിട്ടിയപ്പോൾ തന്നെ ടെമുച്ചിൻ കഴുത്തറുത്ത് കൊല്ലുന്നുമുണ്ട്. പക്ഷേ ജാമുകിനെ കിട്ടിയില്ല. ജാമുകും കുറച്ച് സൈന്യവും അടുത്തുള്ള ഒരു കാട്ടിലേക്ക് അഭയം തേടി പോയിരുന്നു. അവരുടെ സൈന്യം കുറേയധികം അന്വേഷിച്ച് പോയെങ്കിലും ജാമുകിനെ കണ്ടെത്താൻ സാധ്യമായില്ല. പക്ഷേ ജാമുക് അവിടെ തന്നെ ഉണ്ടെന്ന് അവർക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും പിൻവാങ്ങാൻ അവർ കൂട്ടാക്കാതെ അവിടെ തമ്പടിക്കാൻ തുടങ്ങി. ഇവരിവിടെ തമ്പടിച്ചതോടുകൂടി തന്നെ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്ന ജാമുഖിനും കൂടെ ഉണ്ടായിരുന്ന സൈന്യത്തിനും രക്ഷയില്ലാത്തൊരവസ്ഥയായി. അവർക്ക് ഭക്ഷണം ലഭ്യമാകുന്നില്ല. കടുത്ത തണുപ്പാണ്. അപ്പോഴാണ് ജാമുഖിൻ്റെ ഒപ്പമുണ്ടായിരുന്ന സൈനികർ ഒരു കാര്യം ഓർത്തത്. ഇവരുടെ എല്ലാം ലക്ഷ്യം ജാമുഖാണ്. ജാമുഖിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഈ ഒരു ധാരണയോടുകൂടി തന്നെ ജാമുഖിനെ കീഴ്പ്പെടുത്തി അവർ ടെമുച്ചിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. പക്ഷേ ടെമുച്ചിൻ ആദ്യം ഓർഡർ കൊടുക്കുന്നത് ജാമുഖിനെ ചതിച്ച ആ സൈനികരെ കൊല്ലാനാണ്. അവരെ കൊന്നതിന് ശേഷം മാത്രമാണ് ജാമുഖിനെ കൊന്നത്. അത് വലിയൊരു അറിയിപ്പ് തന്നെ ആയിരുന്നു. ആരാണെങ്കിലും അവർ ഖാന് വിധേയപ്പെട്ട് ജീവിക്കണം. അത് ഏത് ഖാനാണെങ്കിലും. ഒരു ഗോത്രത്തിൻ്റെ തലവൻ എന്ന് പറയുന്നത് അവിടുത്തെ ഖാനായിരിക്കും. ആ ഖാനെ ഒരിക്കലും ചതിക്കാൻ പാടില്ല. അതൊരു അലിഖിത നിയമമായിട്ട് മാറണം. അങ്ങനെ പ്രധാനപ്പെട്ട ശത്രുക്കളൊക്കെ ഇല്ലാതെയാവുകയാണ്. മംഗോൾസിനിടയിൽ വലിയ വാർത്ത തന്നെ പ്രചരിക്കുകയുണ്ടായി. എല്ലാ ഗോത്രങ്ങളുടെയും തലവന്മാർ ടെമുച്ചിനെ വന്ന് കാണുന്നുണ്ട്. തങ്ങളെല്ലാം ഇനി ടെമുച്ചിൻ്റെ കീഴിലാണ്, ഒരു യുദ്ധത്തിന് താല്പര്യമില്ല എന്ന് അവർ അറിയിക്കുന്നുണ്ട്. അങ്ങനെ മംഗോളിയ എന്ന രാജ്യം തന്നെ അവിടെ പിറക്കുകയാണ്. ആ മംഗോൾസ് എല്ലാം ഒന്നു ചേർന്ന് അല്ലെങ്കിൽ അവരെല്ലാം ഒന്നിപ്പിച്ച് ടെമുച്ചിൻ ഒരു വലിയ രാജ്യം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. മംഗോളിയയുടെ പിറവി ഇപ്രകാരമായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് വലിയൊരു യുദ്ധം തന്നെയാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. ഇപ്പോൾ മംഗോളിയയെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ടെമുച്ചിൻ്റെ പേര് ചെങ്കിസ് ഖാൻ എന്നാണ്. ചെങ്കിസ് ഖാൻ എന്നാൽ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാവെന്നാണ്. ഈ ലോകത്തിൻ്റെ തന്നെ രാജാവെന്നാണ്. മംഗോളിയൻസാണ് ഇപ്രകാരം ഒരു പേര് അയാൾക്ക് ചാർത്തി കൊടുത്തത്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കാൻ അയാൾ തീരുമാനിച്ചു. ലോകത്തെ മുഴുവനായി കീഴടക്കുക. അവരുടെ തൊട്ടടുത്തുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സിവിലൈസേഷനുണ്ട്. അത് ചൈനീസ് സിവിലൈസേഷനാണ്. ചൈനയെ കീഴടക്കുക. ചൈനയെ കീഴടക്കി കഴിഞ്ഞാൽ ഈ ലോകത്തെ കീഴടക്കിയതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം ഗോപി മരുഭൂമിയും കടന്ന്
നോർത്തേൺ ചൈനയെ ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ ചൈനക്കാർ ആദ്യഘട്ടത്തിൽ ഇതിനെ അത്ര ഗൗരവത്തോടു കൂടി ഒന്നും എടുക്കുന്നില്ല. ചെങ്കിസ് ഖാനെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് അത്ര ശക്തമായിട്ടുള്ള ഒരു സഖ്യമൊന്നും ആയിരിക്കുകയില്ല. കാരണം അവരൊക്കെ ഗോത്രവർഗ്ഗക്കാരാണ്. അവരെക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഈ ചൈനീസ് ഗോത്രം അല്ലെങ്കിൽ ഈ ചൈനീസ് രാജ്യം. അവരുടെ പക്കൽ അത്യാധുനികമായിട്ടുള്ള പല ആയുധങ്ങളുമുണ്ട്, വെടിമരുന്നുകളുണ്ട്, പടക്കോപ്പുകളുണ്ട്. അതുപയോഗിച്ച് നിസ്സാരമായി ഇവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ സ്വന്തം സൈനികരെ വിടാതെ കൂലിപ്പടയെയാണ് അവിടേക്ക് വിടുന്നത്. കൂലിപ്പടയെന്ന് പറയുമ്പോൾ ചൈനയോട് ഒരു കൂറുമുള്ളവരല്ല, അവർ പണത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ്. അവർ ശരിക്കും ചൈനക്കാർ തന്നെയല്ല. ഇങ്ങനെ കൂലി വാങ്ങി കൂലിപ്പട ഇവരെ ആക്രമിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ചെങ്കിസ് ഖാൻ്റെ പട ഒരു ഭാഗത്തു നിന്നും കുതിച്ച് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ആ സ്ഥലത്തേക്ക് കൂലിപ്പട പുറപ്പെടുകയാണ്. കൂലിപ്പടയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. കൂലിപ്പടയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാകുന്നില്ല. അവർ അവിടെ കീഴടങ്ങുകയാണ്. കീഴടങ്ങുന്ന ഈ കൂലിപ്പട പിന്നീട് ചെങ്കിസ് ഖാൻ്റെ പടയുടെ ഒരു ഭാഗമായി മാറുകയാണ്. അതാണ് ചെങ്കിസ് ഖാൻ്റെ രീതി. പടയെ വലുതാക്കാനായിട്ട് കീഴടങ്ങുന്നവരെ സ്വന്തം പടയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ മുന്നേറും തോറും വലിപ്പം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സഖ്യമായിട്ട് ചെങ്കിസ് ഖാൻ്റെ പട മാറുന്നുണ്ട്. പോകുന്ന വഴിയിലൊക്കെ വലിയ ഗ്രാമങ്ങളൊക്കെ കാണാൻ സാധിക്കും. ചൈനീസ് ഗ്രാമങ്ങൾ തന്നെയാണ്. ആ ഗ്രാമങ്ങളെ ഒന്നും ഇവർ വെറുതെ വിടുന്നില്ല. ഗ്രാമങ്ങളിൽ കയറുന്നു, അവിടെയുള്ള ഭക്ഷ്യധാന്യങ്ങളൊക്കെ മോഷ്ടിക്കുന്നു, അവിടെയുള്ള ആണുങ്ങളായിട്ടുള്ള എല്ലാവരെയും കൊല്ലുന്നു, കുട്ടികളെ വകവരുത്തുന്നു, എല്ലാ സ്ത്രീകളെയും അവർ പീഡിപ്പിക്കുന്നു. ഒരു പ്രായഭേദവും ഇല്ലാതെ പീഡിപ്പിക്കുന്നു. ഓരോ ദിവസവും 5-6 സ്ത്രീകളെയാണ് ചെങ്കിസ് ഖാൻ പീഡിപ്പിക്കുന്നത്. അത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ഗ്രാമങ്ങളിലായിട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രാമങ്ങളും നശിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണസംഖ്യ ഓരോ ദിവസം കഴിയും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിലവർ ബീജിങ്ങിൽ എത്തിച്ചേരുകയാണ്. അപ്പോഴത്തേക്കും അവർ നോർത്തേൺ ചൈന പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബീജിങ്ങിൽ അവർ കാണുന്നത് വിചിത്രമായിട്ടുള്ള ഒരു വലിയ രൂപമാണ്. ബീജിംഗ് എന്ന ആ പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് അവർക്ക് കയറാൻ സാധിക്കുന്നില്ല. കാരണം അതിന് ചുറ്റുമായിട്ട് ഒരു വലിയ മതിലാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. ചൈനീസ് മതിൽ. അത് അതിഭീകരമാണ്. അതിൻ്റെ മുകളിലായിട്ട് ഒരുപാട് സൈനികർ അമ്പും വില്ലുമായിട്ട് നിൽപ്പുണ്ട്. അതുകൂടാതെ വലിയ പീരങ്കികളും അവരുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ആ മതിൽ ആക്രമിക്കുക, മതിലിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ചെങ്കിസ് ഖാന് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു വലിയ മതിലിൻ്റെ ഉള്ളിലേക്ക് ഇടയ്ക്കിടെ ചില വണ്ടികൾ എത്തിച്ചേരുന്നുണ്ട്. കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെ എത്തിച്ചേരുന്നുണ്ട്. അതിൽ ഒരുപാട് ധാന്യമണികളും ജലവും ഒക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ആ മതിലിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് കൃഷിയൊന്നും നടക്കുന്നില്ല. വെളിയിൽ നിന്ന് വരുന്ന ഭക്ഷ്യസാധനങ്ങൾ കഴിച്ചാണ് അവർ കഴിഞ്ഞു പോകുന്നത്. കുതിരവണ്ടികൾ അവിടെ എത്തിച്ചേരുന്നില്ലെങ്കിലോ ഭക്ഷണം കിട്ടാതെ അവർ തളർന്നു പോകും. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള കുതിരവണ്ടികളെയും കാളവണ്ടികളെയും ഒക്കെ അവിടെ വെച്ച് തന്നെ തടഞ്ഞു നിർത്തുകയാണ്. അതിനെയൊക്കെ കൊള്ളയടിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവർക്ക് ധാരാളമായിട്ട് ഭക്ഷ്യസാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ചെങ്കിസ് ഖാൻ്റെ സൈന്യത്തിനും ആവശ്യത്തിനുള്ള ഭക്ഷ്യവും വെള്ളവും എല്ലാം ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ബീജിംഗ് എന്ന ആ പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് ഭക്ഷ്യവും ജലവും ഒക്കെ എത്തപ്പെടാതെ ആവുകയാണ്. ദിവസങ്ങൾ കടന്നുപോയി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. പട്ടിണി കടന്ന് മരിക്കുന്ന അവസ്ഥയിലെത്തി. ഒടുവിൽ ബീജിങ്ങിലുള്ള ആളുകൾ പരസ്പരം കൊന്ന് അവരെ ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് പോലും എത്തിച്ചേരുന്നുണ്ട്. അത്തരത്തിൽ അവർ പൂർണ്ണമായിട്ടും തളർന്നു എന്ന് മനസ്സിലാക്കുന്ന ഘട്ടത്തിലാണ് ചെങ്കിസ് ഖാൻ ആക്രമണം അഴിച്ചുവിടുന്നത്. ഈ സമയത്ത് ബീജിങ്ങിലുണ്ടായിരുന്ന ചില എഞ്ചിനീയർമാരെ പണം കൊടുത്ത് വശത്താക്കാൻ പോലും ചെങ്കിസ് ഖാന് സാധ്യമായിട്ടുണ്ട്. അവരിലൂടെ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരെ കൊണ്ട് എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കുകയും ചെയ്തു. ആ എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് കവാടം തകർക്കുക, അങ്ങനെ ഉള്ളിലേക്ക് കയറുക എന്നതാണ് ഇവരുടെ തന്ത്രം. പക്ഷേ അപ്പോഴും ആ ഒരു വൻമതിലിൻ്റെ മുകളിലായിട്ട് വലിയൊരു കൂട്ടം സഖ്യം തന്നെയുണ്ട്. അവർ ആക്രമിക്കുന്നുണ്ട്. അവരുടെ ഒരു റേഞ്ചിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിഷ്പ്രയാസം എതിരാളികളെ കൊല്ലുന്നതുമാണ്. പക്ഷേ ആദ്യം ഇങ്ങനെ മുന്നിലേക്ക് കടത്തി വിടുന്നത് പല യുദ്ധങ്ങളിലൂടെ പിടിച്ചെടുത്തിട്ടുള്ള തടവ് പുള്ളികളായിട്ടുള്ള സൈന്യത്തെയാണ്. ആ സൈന്യത്തെ ബലി കൊടുത്ത് ചെങ്കിസ് ഖാൻ്റെ യഥാർത്ഥ സഖ്യവും എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് ആ ഒരു വൻമതിലിൻ്റെ കവാടം തകർക്കുകയാണ്. തകർത്ത് ആ ബീജിംഗ് പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളെയും അവർ വകവരുത്തുകയാണ്. എല്ലാവരെയും കൊന്നു തള്ളുകയാണ്. സ്ത്രീകളെയെല്ലാം പീഡിപ്പിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മൂല്യമേറിയിട്ടുള്ള വസ്തുക്കളെല്ലാം അവർ കവർന്നെടുക്കുകയാണ്. അങ്ങനെ ആഴ്ചകളോളം നീണ്ടു നിന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ അതിദാരുണമായി തന്നെ ആ പട്ടണം ഇവർ നശിപ്പിച്ച് കളയുകയാണ്. നശിപ്പിച്ച് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തതിന് ശേഷം മാത്രമാണ്
ചെങ്കിസ് ഖാനും സൈന്യവും അവിടെ നിന്നും പിന്മാറുന്നത്. പിന്നീട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഫോറിൻ ട്രേഡേഴ്സ് അവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. വ്യാപാര ബന്ധം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ എത്തിച്ചേരുന്നത്. അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും രചനകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ അരങ്ങേറിയ ക്രൂരമായിട്ടുള്ള ചില കൃത്യങ്ങളുടെ വിവരണങ്ങളാണ്. അവിടെ അവർക്ക് വലിയൊരു മല കാണാൻ സാധിച്ചു. ഒരു സാധാരണ മലയല്ല, തലയോട്ടികൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ കൂന. 2 ഭാഗത്തായിട്ട് വ്യത്യസ്തമായിട്ടുള്ള കൂനകളുണ്ട്. ഒരു ഭാഗത്ത് പ്രായമേറിയവരുടെ തലയോട്ടികൾ, മറുഭാഗത്ത് കൊച്ചു കുട്ടികളുടെ തലയോട്ടികൾ. ചെങ്കിസ് ഖാൻ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. അയാളുടെ അടുത്ത ലക്ഷ്യം അയാളെ നാളുകളോളം തടവിൽ പാർപ്പിച്ച ഒരു മൃഗത്തെ പോലെ ട്രീറ്റ് ചെയ്ത ആ രാജ്യ കുടുംബമായിരുന്നു, അല്ലെങ്കിൽ ആ രാജ്യ കൊട്ടാരമായിരുന്നു. താൻഗുഡ് കൊട്ടാരം കീഴടക്കി അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെയെല്ലാം കൊന്നു, അവിടെയുള്ള സ്ത്രീകളെയെല്ലാം പീഡിപ്പിച്ചു. ആ രാജ്യ കൊട്ടാരത്തിലെ രാജാവിനെ കൊന്നു, രാജാവിൻ്റെ വേണ്ടപ്പെട്ട എല്ലാവരെയും കൊന്നു. പക്ഷേ ആ മൊണാസ്ട്രി മാത്രം ബാക്കി നിർത്തി. ആ മൊണാസ്ട്രിയിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങളും അയാൾ തൊട്ടില്ല. ബാക്കിയെല്ലാം നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുകയായിരുന്നു. ഈ സമയത്ത് പേർഷ്യയിൽ ഒരു അതിബുദ്ധി നടക്കുന്നുണ്ട്. മംഗോളിയൻസ് ഇങ്ങനെ നിരവധി ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പേർഷ്യൻ രാജാവ് പേർഷ്യയിലുണ്ടായിരുന്ന, പേർഷ്യയുമായിട്ട് കത്തിടപാടുകൾ നടത്താനായിട്ട് ചെങ്കിസ് ഖാൻ ഉപയോഗിച്ചിരുന്ന അയാളുടെ ഒരു പ്രതിനിധിയെ കൊല്ലുന്നുണ്ട്. കൊന്ന് അയാളുടെ തലയറുത്ത് ഒരു വലിയ പെട്ടിക്കകത്താക്കി സൈനികരെ കൊണ്ട് ചെങ്കിസ് ഖാൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ചെങ്കിസ് ഖാൻ അതൊട്ടും തന്നെ സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. ശക്തമായിട്ടുള്ള ഒരു പടയെ നയിച്ചുകൊണ്ട് അയാൾ പേർഷ്യയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. പേർഷ്യ പൂർണ്ണമായിട്ടും കീഴടക്കുകയാണ്. പേർഷ്യ അന്ന് വലിയൊരു രാജ്യമാണ്, ശക്തമായിട്ടുള്ള രാജ്യമാണ്. ആ രാജ്യത്തെ പൂർണ്ണമായിട്ടും കീഴടക്കാൻ ചെങ്കിസ് ഖാന് സാധിക്കുന്നുണ്ട്. അതും വളരെ നിസ്സാരമായി. എന്നാൽ അവിടെ കൊന്നു തള്ളുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ്. അതുകൊണ്ടൊന്നും യുദ്ധം അവിടെ നിൽക്കുന്നില്ല. ഇത്രയും ആളുകളെ കൊന്നപ്പോൾ താൻ ഈ ലോകത്തിൻ്റെ തന്നെ അധിപനാണെന്ന് ചെങ്കിസ് ഖാന് തോന്നിപ്പോയി. എന്തുകൊണ്ട് ഈ ലോകത്തെ മുഴുവനായിട്ടും കീഴടക്കിക്കൂടാ? അവിടെ നിന്നും യുദ്ധം പിന്നീട് ആരംഭിക്കുന്നത് യൂറോപ്പിന് നേർക്കാണ്. യൂറോപ്പിനെയും കീഴടക്കിയാണ്. യൂറോപ്പിലെ ഇന്നത്തെ യുക്രൈനെയും മോസ്കോയെയും ഒക്കെ കീഴടക്കി. അതായത് ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന യുക്രൈനും റഷ്യയും. ആ യുക്രൈനെയും റഷ്യയൊക്കെ നിസ്സാരമായ സമയം കൊണ്ട് യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തുകയാണ് ചെങ്കിസ് ഖാൻ. ഈ നിസ്സാരമായ വർഷങ്ങൾ കൊണ്ട് അയാൾ കൊന്നു തള്ളിയത് 4 കോടി മനുഷ്യരെയാണ്. ഇങ്ങനെ ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന ആ വ്യക്തിയുടെ പതനം എങ്ങനെയായിരുന്നു? ആ പതനത്തിന് കാരണമായത് ഒരു ചൈനീസ് കലാപം തന്നെയാണ്. പക്ഷേ കലാപകാരികൾക്ക് നേരിട്ടൊന്നും ചെയ്യാൻ സാധ്യമായിരുന്നില്ല. ചൈനയിൽ ഒരു വലിയ കലാപം നടക്കുന്നതായിട്ട് ചെങ്കിസ് ഖാന് മനസ്സിലായി. ആ സമയത്ത് ചെങ്കിസ് ഖാൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ചൈന. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഇല്ലായ്മ ചെയ്യാനായിട്ട് 2 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ സഖ്യവുമായിട്ട് ചൈനയുടെ നേർക്ക് സഞ്ചരിക്കുകയാണ് ചെങ്കിസ് ഖാൻ. അങ്ങനെ യാത്ര ചെയ്ത് ഒരു ഘട്ടം എത്തിയപ്പോൾ ചെങ്കിസ് ഖാന് ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുകയാണ്. അയാളുടെ കുതിരപ്പുറത്തു നിന്നും മറിഞ്ഞ് നിലത്തേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ നിലത്തേക്ക് വീഴുന്ന അയാളുടെ തലയിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങും സംഭവിക്കുന്നുണ്ട്. പിന്നെ ഏതാനും നാളുകൾ മാത്രമാണ് ചെങ്കിസ് ഖാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അയാൾ പതിയെ മരണത്തിന് കീഴടങ്ങി ഈ ഭൂമിയിൽ, ഈ മണ്ണിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. അങ്ങനെ ഒരു യുഗത്തിൻ്റെ അവസാനമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രത്യുൽപാദനം നടത്തിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ അച്ഛനായി മാറിയിട്ടുള്ള അതിക്രൂരനായിട്ടുള്ള ഒരു രാജാവ് ചെങ്കിസ് ഖാൻ. അയാളുടെ മരണം അതൊരു അപകടമായിരുന്നു. അത് അയാളുടെ കയ്യബദ്ധം കൊണ്ട് അയാൾക്ക് തന്നെ സംഭവിച്ചൊരു മരണമായിരുന്നു. അല്ലാതെ അയാളെ കൊല്ലാൻ ആർക്കും തന്നെ സാധിക്കുമായിരുന്നില്ല, ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല. നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ റോമാക്കാരെന്നും ഗ്രീക്കുകാരെന്നും ബ്രിട്ടീഷുകാരെന്നും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ലോകം കണ്ട ഏറ്റവും ശക്തനായിട്ടുള്ള പോരാളി, ഏറ്റവും ക്രൂരനായിട്ടുള്ള പോരാളി, അത് ഹിറ്റ്ലറോ മുസോളിനിയോ അലക്സാണ്ടർ ദ ഗ്രേറ്റോ ഒന്നുമല്ല, നെപ്പോളിയനുമല്ല, അത് സാക്ഷാൽ ചെങ്കിസ് ഖാനാണ്. അതിക്രൂരനാണ് അയാൾ, അതിശക്തനുമാണ്. അയാളുടെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്.